ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ദി വുമൺ ഇൻ വൈറ്റ് കാർ എന്ന് പറഞ്ഞിട്ട് 2020 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മൂവിയെ പറ്റി വേറെ ഒന്നും പറയുന്നില്ല. ഈ മൂവി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുമ്പോൾ മഞ്ഞ് മൂടിയ വലിയൊരു പ്രദേശം, അവിടെയുള്ള റോഡിലൂടെ ഒരു കാറ് നല്ല വേഗതയിൽ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിന് മുന്നിൽ ആ ഒരു കാർ കൊണ്ട് നിർത്തുന്നതും ഇപ്പോൾ കാറിനകത്ത് നിന്ന് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അവളുടെ കാലിൽ ചെരുപ്പ് പോലുമില്ല. പെട്ടെന്ന് വെളിയിലേക്ക് വന്ന ഹീറോയിൻ കാറിന്റെ മറുവശത്ത് നിന്നും വേറൊരു സ്ത്രീയും കൂടി പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അവരുടെ ദേഹം മുഴുവൻ രക്തമുണ്ട്. ആകെ അവശയായിട്ട് ബോധമില്ലാത്ത അവസ്ഥയിലാണ് അവർ കിടക്കുന്നത്. ഇപ്പൊ ആ ഒരു സ്ത്രീയെ വെളിയിലേക്ക് ഇറക്കിയിട്ട് ഹീറോയിൻ, പ്ലീസ് ആരെങ്കിലും ഒന്ന് ഓടി വരണം, എന്റെ സഹോദരിയെ രക്ഷിക്ക് എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പൊ അലറി വിളിച്ച് കരയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ നേഴ്സുമാരെല്ലാവരും പുറത്തേക്ക് വന്ന് അവര് രണ്ടുപേരെയും അകത്തേക്ക് കൊണ്ടുപോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയയിലെ ലോക്കൽ പോലീസ് ഉണ്ടല്ലോ, അതൊരു ലേഡി ഓഫീസറാണ്. അതേപോലെ തന്നെ അവളുടെ കൂടെ ഒരു കോൺസ്റ്റബിളും ഉണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ നമുക്ക് ലേഡി പോലീസ് എന്ന് വിളിക്കാം. ഇപ്പൊ ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ ഹീറോയിൻ അവളുടെ സഹോദരിയായിട്ട് വന്നല്ലോ, ആ ഒരു കാര്യം അറിഞ്ഞിട്ടാണ്. ഇപ്പൊ ആ ഒരു കോൺസ്റ്റബിള് ലേഡി പോലീസിനോട് പറയും, ഹോസ്പിറ്റലിൽ വന്ന രണ്ടുപേര് സഹോദരിമാരാണ്. അതിൽ ചേച്ചിക്ക് വയറിന് കുത്തു കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ കൈ രണ്ടും നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ സഹോദരിക്ക് കയ്യിലും കാലിലും ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കേസിനെ പറ്റി സംസാരിച്ച് രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയിൻ ഭ്രാന്ത് പിടിച്ചതുപോലെ വെളിയിലിരിക്കുകയാണ്. അവളുടെ ചേച്ചിക്കാണെങ്കിൽ ഇപ്പോൾ പരിക്ക് പറ്റിയതുകൊണ്ട് സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുമല്ല ഇപ്പോൾ നമ്മുടെ ഹീറോയിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ തന്റെ സഹോദരിക്ക് എന്ത് സംഭവിച്ചാൽ അല്ലെങ്കിൽ അവൾ നേരെ ആവുന്നതുവരെ താനും ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ ഇരിക്കുന്നതും ഇത് കണ്ട നമ്മുടെ ലേഡി പോലീസ് അടുത്തേക്ക് വന്നിട്ട് ഹീറോയിനെ സമാധാനിപ്പിക്കും. നിന്റെ ചേച്ചിക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല, അവൾ ഓക്കെ ആവും. ഡോക്ടർ എന്തായാലും സർജറി ചെയ്യാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നീ ഇപ്പോൾ നിനക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഹീറോയിനെ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി. ഇപ്പോൾ ഹീറോയിന്റെ മുറിവും കാര്യങ്ങളെല്ലാം വെച്ച് കെട്ടിയിട്ട് മരുന്നെല്ലാം വെക്കുന്നുണ്ട്. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ലേഡി പോലീസ് നമ്മുടെ ഹീറോയിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് ഈ ഒരു കേസിനെ പറ്റിയിട്ട്. അപ്പൊ അവളോട് പെർമിഷൻ എല്ലാം ചോദിച്ചിട്ട് ഹീറോയിന്റെ പേരെന്താണ്, വീട് എവിടെയാണ്, ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാകും. ഹീറോയിൻ അതെല്ലാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹീറോയിന്റെ സഹോദരിയുടെ പേര്, നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിലാണോ താമസിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു സഹോദരിയെ നമുക്ക് എന്തായാലും സാറാന്ന് വിളിക്കാം. നിങ്ങൾക്ക് കറക്റ്റ് കഥ പറഞ്ഞു തരാനായിട്ട് എനിക്ക് കുറച്ച് എളുപ്പം അതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഫാമിലിയിൽ നിങ്ങളുടെ അച്ഛനും അമ്മ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ കാർ ആക്സിഡന്റിൽ അവർ രണ്ടുപേരും മരണപ്പെട്ടു. അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഓക്കെ, ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഹീറോയിൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയുന്നത്, ഇല്ല മേഡം, വീട്ടിലെ എൻ്റെ സഹോദരിയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും ഇപ്പോൾ അവിടെ നടന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് കാണിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ ഹീറോയിൻ ഒരു എഴുത്തുകാരിയാണ്. അവൾ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. അങ്ങനെ എന്നത്തെയും പോലെ തൻ്റെ വീട്ടിലിരുന്നിട്ട് കഥയെല്ലാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ ഒരു കാറ് വരുന്നു. അങ്ങനെ ഹീറോയിൻ വന്നിട്ട് ഡോർ തുറക്കുമ്പോഴത്തേക്കും അത് വേറെ ആരുമല്ല, ഹീറോയിൻ്റെ സഹോദരി സാറയും അതേപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടുമാണ്. ഇപ്പൊ ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ മുഖം കാണുമ്പോൾ തന്നെ ചിലരെ കാണുമ്പോൾ അവരുടെ മുഖം വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഇവരെങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണെന്ന്. അതുപോലെ ഈ ഒരു ബോയ് ഫ്രണ്ടിന്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവൻ അത്ര ശരിയായിട്ടുള്ള ഒരാളല്ലാന്ന്. ഇല്ല, കടന്നൽ കുത്തിയതുപോലെയാണ് മുഖം എപ്പോഴും വെച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു സംശയത്തോടെ തന്നെ നമ്മുടെ ഹീറോയിൻ അവളുടെ സഹോദരിയോട്, ഇതാരാ ചേച്ചി ഇങ്ങനെ മുഖം വെച്ചിട്ടൊക്കെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ സാറ് പറയും, ഏയ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത് നിന്റെ ചേട്ടനാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും അത് കണ്ടിട്ട് ഓക്കെ, ഇനിയിപ്പോൾ ചേച്ചിയല്ലേ തിരഞ്ഞെടുത്തേ, അവർ തന്നെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു. സോറി, അങ്ങനെയല്ല, അവളുടെ മുഖം കാണുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഹീറോയിൻ രണ്ടുപേരെയും അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കഴിക്കാനായിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയായിരുന്നു. ആ ബോയ് ഫ്രണ്ട് അവൻ പെട്ടെന്ന് പറയും, ഇത്രയും ദൂരം യാത്ര ചെയ്ത് ടയർഡായിട്ട് വന്നിട്ട് ഈ ഉണക്ക ന്യൂഡിൽസ് ആണ് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് എന്നെല്ലാം അവൻ ചോദിക്കുന്നുണ്ട്. ഉള്ളതും കൊടുത്തതും പോരാഞ്ഞിട്ട് അവൻ ഇനിയിപ്പോൾ കുഴിമന്തി വേണമായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് സഹോദരിമാർ രണ്ടുപേരും പാത്രം കഴിയുമ്പോഴത്തേക്കാണ് സാറ് പറയുന്നത്, അവന്റെ മുഖം കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ദേഷ്യക്കാരനാണെന്നൊക്കെ തോന്നും, പക്ഷെ ആള് പാവമാണ് എന്നെല്ലാം സാറ് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കും, അല്ല എന്നാലും നിനക്ക് ഇവൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയതേ ഒരു ആക്സിഡന്റിലാണ്. എന്താ ആക്സിഡന്റോ എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ ഹാളിൽ നിന്നും ഈ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ പെട്ടെന്ന്, ഹേയ് അവിടെ എന്താ അത്ര ശബ്ദമൊന്നുമില്ല ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയിൽ നമ്മുടെ ഹീറോയിൻ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കാണ് തന്റെ ചേച്ചിയുടെ റൂമിൽ നിന്ന് ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ ബോയ് ഫ്രണ്ട് സാറയെ നല്ലതുപോലെ അടിക്കുന്നുണ്ട്. എന്താണ് ഇത്, നിന്റെ വീടായതുകൊണ്ടാണ് നിനക്ക് ഇത്ര അഹങ്കാരം എന്നെല്ലാം ചോദിച്ചിട്ട് സാറയെ അടിക്കുന്നത് കാണുന്നതും ഹീറോയിൻ ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അതുമല്ല
ആ ബോയ് ഫ്രണ്ടിന്റെ കയ്യിൽ കത്തിയും കൂടി ഇരിക്കുന്നു. എന്നിട്ട് വഴക്ക് കൂടി രണ്ടുപേരും വെളിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ആ ഒരു ബോയ് ഫ്രണ്ട് ദേഷ്യം കാരണം സാറയുടെ വയറിലേക്ക് ആ ഒരു കത്തി കൊണ്ടൊരു ഒറ്റക്കൊത്ത്. ഇത് കണ്ട ഹീറോയിൻ വെറുതെ ഇരിക്കോ ഓടി വന്ന് തന്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും അവൻ തിരിച്ച് ഹീറോയിനെ അടിച്ച് താഴെക്കിടുന്നു. ഇത് കണ്ട സാറയാണെങ്കിലോ തന്റെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി ഓടി ആ ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവനാണെങ്കിൽ സാറയുടെ രണ്ട് കൈയും താഴേക്ക് വെച്ച് അതിൽ രണ്ടിലേക്ക് ചവിട്ടുന്നതും അങ്ങനെയാണ് അവളുടെ കൈക്ക് പരിക്ക് പറ്റുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ പിടിച്ചടിക്കുന്നതും സാറയ്ക്ക് ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ അവസാനം അവൾ ഒരു വലിയ കല്ലെടുത്തോണ്ട് വന്ന് ആ ബോയ് ഫ്രണ്ടിന്റെ തലയിലേക്ക് ഒരു ഒറ്റയിടി. അതോടെ അവന്റെ കാര്യം അവിടെ വെച്ച് കഴിഞ്ഞു. ഇതോടി കണ്ട ഹീറോയിൻ ആണെങ്കിലോ പെട്ടെന്ന് തന്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി കാലിൽ ചെരുപ്പ് പോലും ഇടാൻ സമയമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവരെ കാറിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് വരുമായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് ഹീറോയിൻ ആ ഒരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞു തീരുന്നതും ഇപ്പോൾ നമ്മുടെ ലേഡി പോലീസ് ഹീറോയിനോട് ചോദിക്കും, അല്ല ഒരു സംശയം, നിന്റെ ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് അവളുടെ രണ്ട് കൈയും ചവിട്ടി ഓടിച്ചെന്നല്ലേ പറഞ്ഞ്? അത് കഴിഞ്ഞിട്ട് അവൾ എങ്ങനെ അത്രയും വലിയൊരു കല്ലെടുത്തോണ്ട് വന്ന് ബോയ് ഫ്രണ്ടിന്റെ തലയിലേക്ക് അടിക്കുന്നത്? അതുപോലെ നിങ്ങൾ ഓടിച്ചോണ്ട് വന്ന കാർ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അതിന്റെ മുൻവശം നല്ലതുപോലെ പൊളിഞ്ഞിട്ടുണ്ടല്ലോ. വരുന്ന വഴിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഹീറോയിന് പെട്ടെന്ന് തല ചൊറിയാൻ തുടങ്ങും. എന്നിട്ട് പറയും, സോറി, അതെനിക്ക് വലിയ ഓർമ്മയില്ല, എനിക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം അവൾ പറയുന്നുണ്ട്. ഹടാ ഇത് കൊള്ളാം. എന്നിട്ട് ഹീറോയിൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും എന്റെ ചേച്ചിയുടെ തെറ്റല്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലേഡി പോലീസിന് എന്തോ ഒരു സംശയം. അപ്പോൾ ലേഡി പോലീസ് പറയും, ഓക്കെ കുഴപ്പമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ സമാധാനമായിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞ് ഹീറോയിന്റെ കൈ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ ഈ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചതിന്റെ പാടുകളുണ്ടല്ലോ, കൈ മുറിച്ച്, അതുപോലെ ഒരുപാട് പാടുകൾ കയ്യിൽ കാണുന്നുണ്ട്. അങ്ങനെ ലേഡി പോലീസ് വെളിയിലേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ അവരോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ഒരു കോൺസ്റ്റബിളിനോട് പറയുമ്പോഴത്തേക്കാണ് കോൺസ്റ്റബിൾ പറയുന്നത്, എന്താ മാഡം അവരങ്ങനെയാണോ പറഞ്ഞത്? പക്ഷെ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനൊരു കാര്യം കാണിക്കുന്നു. മാഡം ഇവിടെ ഇപ്പൊ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന അവളുടെ സഹോദരി എന്ന് പറഞ്ഞിട്ട് സാറാന്ന് പറഞ്ഞ സ്ത്രീയില്ലേ, അവര് സത്യത്തിൽ ഹീറോയിന്റെ സഹോദരി പോലും അല്ല. യഥാർത്ഥ സഹോദരി കുറെ നാളുകൾക്ക് മുന്നേ ഇതേ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്നു. എന്താ സംഭവിച്ചെന്നറിയോ? 5 വർഷങ്ങൾക്ക് മുന്നേ ഹീറോയിന്റെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചതിന് ശേഷം ഹീറോയിൻ മാനസികമായിട്ടും ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെ തന്റെ അച്ഛനെയും അമ്മയെ പറ്റി ഓർത്ത് മാനസികമായിട്ടും പ്രശ്നങ്ങളൊക്കെ വന്ന് ഒരു ഭ്രാന്തിയെ പോലെയായിട്ട് മാറി. അവരുടെ കയ്യിലെ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ച ആ ഒരു മാർക്കുകളൊക്കെ കണ്ടില്ലേ, അത് ആ സമയത്ത് സംഭവിച്ചതാണ്. ആ സമയത്ത് ഹീറോയിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തത് തന്നെ ഈ ഹോസ്പിറ്റലിലായിരുന്നു. അതുപോലെ അന്ന് ഈ ഭ്രാന്ത് കൂടിയിട്ട് മുന്നിൽ നിൽക്കുന്നത് തന്റെ സഹോദരിയാണെന്ന് പോലും ചിന്തിക്കാതെ അവരെന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നല്ല ഒരുപാട് അലറി വിളിച്ച് കരഞ്ഞിരുന്നു. അതല്ല ഇവിടെയുള്ള നേഴ്സുമാരാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്റെ സഹോദരിയെ സംരക്ഷിക്കാൻ വേണ്ടി അവളുടെ ചേച്ചി ഈ ഹോസ്പിറ്റലിലെ നേഴ്സ് ജോലി ഉപേക്ഷിച്ച് പിന്നീട് ഹീറോയിനെ കൊണ്ട് അവളുടെ വീട്ടിൽ പോയി താമസിക്കുമായിരുന്നു. ദേ ഇതാണ് ഹീറോയിന്റെ യഥാർത്ഥ സഹോദരി എന്ന് പറഞ്ഞിട്ട് ആ ഒരു യഥാർത്ഥ സഹോദരിയുടെ ഫോട്ടോ വരെ നമ്മുടെ കോൺസ്റ്റബിള് ലേഡി പോലീസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കൂടി കേൾക്കുന്നത് ലേഡി പോലീസ്, അപ്പോ ഇവിടെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന ആ സാറ എന്ന് പറഞ്ഞ പെണ്ണ് ഹീറോയിന്റെ യഥാർത്ഥ സഹോദരി അല്ലേ? പിന്നെന്തിനാ അവളുടെ സഹോദരിയാണെന്ന് നമ്മളോട് കള്ളം പറഞ്ഞത്? അങ്ങനെ നമ്മുടെ ലേഡി പോലീസ് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ യഥാർത്ഥ സഹോദരിയാണല്ലോ അവരുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, എന്റെ ചേച്ചി, ഇവരുടെ പേരെന്താ? സാറ. അപ്പോൾ ലേഡി പോലീസ് ചോദിക്കും, ശരി, ഇവിടെ അഡ്മിറ്റ് ചെയ്തേക്കുന്നില്ലേ, അതാരാ? അതും എന്റെ ചേച്ചി, അവരുടെ പേരെന്താ? സാറ. അപ്പോഴേക്കും നമ്മുടെ ലേഡി പോലീസ്, എന്റെ പൊന്നുമോളെ, നിന്റെ യഥാർത്ഥ ചേച്ചിയാണ് ദേ ഈ ഫോട്ടോയിലുള്ള നേഴ്സിന്റെ ഡ്രസ്സെല്ലാം ഇട്ട് നിൽക്കുന്ന ഈ ഒരു ലേഡി. പിന്നെ നീ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ യഥാർത്ഥ ചേച്ചിയല്ല, പിന്നെ എന്തിനാ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ വീണ്ടും തലച്ചൊറിയാണ്. എന്നിട്ട് പറയും, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഇനി കഴിക്കുന്ന മരുന്ന് കാരണം എനിക്കിതൊക്കെ സംഭവിക്കുന്നതാണോ എന്നെല്ലാം അവൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ലേഡി പോലീസ് അടുത്തതായിട്ട് ഹീറോയിൻ പറഞ്ഞ അവളുടെ വീടിന്റെ അഡ്രസ്സ് ഉണ്ടല്ലോ അവിടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിളുമായിട്ട് അവിടേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് കോൺസ്റ്റബിൾ ലേഡി പോലീസിനോട് പറയുന്നത്, മേഡം, എനിക്ക് തോന്നുന്നു സത്യത്തിൽ ഇതാണ് സംഭവിച്ചതെന്ന്. ഹീറോയിൻ ഇതുപോലെ മെന്റലി ബാധിച്ചതുകൊണ്ട് നടന്ന സംഭവം വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളോട് പറഞ്ഞതായിരിക്കാം. എന്റെ കണക്ക് പ്രകാരം ഇതായിരിക്കും സംഭവിച്ചത്. ഹീറോയിനും സാറ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്ന ഒരു ലേഡിയില്ലേ, അവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റിലേഷൻ അവർ തമ്മിൽ ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ സാറ തന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഹീറോയിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരുന്നു. ഹീറോയിന് മാനസികമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ കാരണം അവിടേക്ക് വന്ന സാറ തന്റെ സഹോദരിയാണെന്നും കൂടെ വന്ന ബോയ് ഫ്രണ്ട് ഒരുപക്ഷെ നല്ലവനായിരിക്കാം, അവനെ ഇതുപോലെ മോശപ്പെട്ട ഒരാളാണെന്ന് വിചാരിച്ച് രാത്രിയിൽ ആ വീട്ടിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം നടന്നു. അതിലെ ഹീറോയിൻ പറഞ്ഞല്ലോ ആ ബോയ് ഫ്രണ്ടാണ് സാറയെ കുത്തിയെന്ന്. ഒരുപക്ഷെ ആ ഒരു ബോയ് ഫ്രണ്ട് ആയിരിക്കത്തില്ല, ഹീറോയിൻ തന്നെയായിരിക്കും തന്റെ സുഹൃത്തായിട്ടുള്ള സാറയെ കുത്തിയിട്ടുള്ളത്. ഇതെല്ലാം അവളുടെ മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ കാരണം അവൾ നമ്മളോട് മാറ്റി പറഞ്ഞതാണെങ്കിലോ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കോൺസ്റ്റബിൾ പറയുമ്പോഴത്തേക്കും ഇത് കേട്ട ലേഡി പോലീസ്, ഓക്കെ, അത് നിന്റെ ഊഹാഭോഗങ്ങളല്ലേ,
നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിൻ പറഞ്ഞ ആ ഒരു അഡ്രസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഹീറോയിന്റെ വീടിന്റെ മുറ്റത്താണ് ഇതുപോലെ സംഭവങ്ങളൊക്കെ നടന്നതെന്നാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു അപ്പാർട്ട്മെന്റ് ആണ്. അവിടെയാണെങ്കിലോ വലിയൊരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. ഇപ്പൊ ആ ഒരു സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലാന്ന് അയാൾ പറയുന്നു. ഇപ്പോൾ ഹീറോയിന്റെ യഥാർത്ഥ സഹോദരിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ദേ ഇവരെ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി പറയും അതേ മേഡം അറിയാം, ഇവര് കുറെ നാൾ ഇവിടെയാണ് താമസിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാല് നമ്മുടെ കോൺസ്റ്റബിൾ പറഞ്ഞല്ലോ ഹീറോയിൻ ഇതുപോലെ മാനസികമായിട്ടും പ്രശ്നമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് തന്റെ ജോലി ഉപേക്ഷിച്ച് ഹീറോയിനെ നോക്കാൻ വേണ്ടി അവളുടെ സഹോദരി പോയെന്ന്. പക്ഷെ കുറെ നാൾ ഹീറോയിനെ നോക്കിയിട്ട് ഹീറോയിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ കാരണം ഹീറോയിന് നല്ല ഭ്രാന്തായത് കാരണം അവർക്ക് അവളെ നോക്കാൻ കഴിയാതെ ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് തനിയെ വന്ന് താമസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സെക്യൂരിറ്റിക്ക് ഹീറോയിന്റെ യഥാർത്ഥ സഹോദരി അറിയാവുന്നത്. അങ്ങനെ നമ്മുടെ ലേഡി പോലീസും കോൺസ്റ്റബിളും ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ CCTV ഫുട്ടേജ് എല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഈ ഒരു സഹോദരിയാണല്ലോ അവര് രാത്രി 1 മണിയോ 2 മണിയോ ആയിട്ടുണ്ടാവും. ആ സമയത്ത് തന്റെ കാർ എടുത്ത് ഇവിടെ നിന്ന് പോകുന്നത് മാത്രം കണ്ടിട്ടുണ്ട്. പിന്നീട് തിരിച്ചു വരുന്നതായിട്ട് ഒന്നും അറിയത്തില്ല. പിന്നീട് ആ ഒരു സഹോദരിക്ക് എന്താണ് സംഭവിച്ചതെന്നും ആർക്കും അറിയത്തില്ല. അവളെ വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ല. ഷടാ ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാതെ ലേഡി പോലീസും കോൺസ്റ്റബിളും തിരിച്ച് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഹീറോയിൻ കിടന്ന് പ്രശ്നം ഉണ്ടാകുന്നു. എന്താണ് ICUയിൽ കിടക്കുന്ന അവളുടെ സഹോദരിയെ കാണണമെന്നും പറഞ്ഞിട്ട് അവൾ കിടന്ന് ബഹളം ഉണ്ടാക്കാണ്. പക്ഷെ അവൾക്കാണെങ്കിൽ ഇപ്പോഴാണ് സർജറി എല്ലാം കഴിഞ്ഞത്. പറഞ്ഞു വരുമ്പോൾ അത് ഹീറോയിന്റെ യഥാർത്ഥ സഹോദരി പോലും അല്ല. അവളെ നമ്മൾ എന്തായാലും സാറാന്നൊരു പേരിട്ട് വിളിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ലേഡി പോലീസും കോൺസ്റ്റബിളും ഒരു വിധത്തില് ഹീറോയിനെ പറഞ്ഞ് സമാധാനപ്പെടുത്താണ്. മോളെ അത് നിന്റെ യഥാർത്ഥ സഹോദരിയല്ല, എല്ലാം ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഹീറോയിനെ വിളിച്ചിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ ലേഡി പോലീസ് പറയുന്നുണ്ട് നിന്റെ യഥാർത്ഥ സഹോദരി എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല, വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അല്ല നീ എന്നോട് ഒരു അഡ്രസ്സ് പറഞ്ഞല്ലോ നിങ്ങൾ താമസിക്കുന്നതായിട്ട്. അവിടെ ചെന്നപ്പോൾ ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ്, നിന്റെ ചേച്ചി മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. അല്ല നീ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലം എവിടെയാ, വീട് എവിടെയാ, അതെന്നോട് പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പിന്നെയും തല ചൊറിയുന്നു. എന്നിട്ട് പറയും അതൊരു മലയ്ക്ക് താഴെയായിട്ടാണുള്ളത്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ അപ്പോൾ നീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് നിന്റെ ചേച്ചി നിന്നെ കാണാനായിട്ട് വരും അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും വരും, ഇടയ്ക്കിടയ്ക്കൊന്നുമല്ല വല്ലപ്പോഴും എപ്പോഴെങ്കിലും വരും, അവൾ എപ്പോഴും ബിസിയാണ്, അവസാനമായിട്ട് എപ്പോഴാണ് കണ്ടതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയും. അങ്ങനെ നമ്മുടെ ലേഡി പോലീസ് ഹീറോയിനെ കൊണ്ട് നേരെ അവരുടെ സ്റ്റേഷൻ അടുത്തായിട്ട് തന്നെ ഹീറോയിന് താമസിക്കാനായിട്ട് ഒരു റൂം ബുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുമല്ല അതിനടുത്ത് വരുമ്പോഴത്തേക്കാണ് ഒരു വയസ്സായിട്ടുള്ള ഒരു അപ്പൂപ്പൻ ആ വഴിയെ പോകുന്ന എല്ലാവരോടും കുടിച്ചിട്ട് നിന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു. വെറുതെ വഴക്ക് പറയാനും ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ലേഡി പോലീസിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ആ ഒരു അപ്പൂപ്പനെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ലേഡി പോലീസ് ആ ഒരു അപ്പൂപ്പന്റെ മുന്നിലേക്ക് വരുമ്പോൾ അപ്പൂപ്പൻ ലേഡി പോലീസിനെ നല്ലതുപോലെ വഴക്ക് പറയുന്നു. പക്ഷെ അതിനൊന്നും മറുപടി പറയാതെ അയാളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കുപ്പിയും വാങ്ങി നമ്മുടെ ഹീറോയിനെ കൊണ്ട് നേരെ അകത്തേക്ക് പോവാണ്. അങ്ങനെ ഹീറോയിനെ നേരെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൾക്ക് ആ ഒരു റൂം കാണിച്ചു കൊടുത്ത് ഓക്കെ ഇതാ നിന്റെ കാറിന്റെ കീ എന്ന് പറഞ്ഞ ആ ഒരു കീ കൊടുക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അപ്പോഴാണ് പറയുന്നത് അവൾ ഓടിച്ചോണ്ട് വന്നത് അവളുടെ കാർ പോലും അല്ല. ഷെടാ ഈ പെണ്ണ് എന്തൊക്കെയാ പറയുന്നത്, ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ ലേഡി പോലീസ് നേരെ വെളിയിലേക്ക് വന്നിട്ട് ആ കാർ നല്ലതുപോലെ പരിശോധിക്കാണ്. അങ്ങനെ കാറിന്റെ ഓരോ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഓരോ സമയത്ത് എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണിച്ചിരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കാറിന്റെ മുൻവശത്തെ ആ ഒരു ചളുങ്ങിയ ഭാഗം ഉണ്ടല്ലോ, അതൊരു മരത്തിലേക്ക് കൊണ്ടുവന്ന് ഇടിച്ചപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. അത് കഴിഞ്ഞ് കാറിന്റെ മുൻവശത്തെ ആ ഒരു ഡാഷ്ബോർഡിൽ നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു മാപ്പ് ഉണ്ട്. അതിലൊരു ഭാഗത്ത് മാത്രം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ അതുമല്ല സാറാന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കാറിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അവളുടെ ദേഹത്ത് നിന്ന് പറ്റിയ ആ ഒരു രക്തം ഉണ്ടല്ലോ അതെല്ലാം കാർ സീറ്റിലുണ്ട്. അത് കഴിഞ്ഞ് കാറിന്റെ ബാക്ക് സീറ്റിൽ ഈ കാറിന്റെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ അത് ശരിയാക്കാനുള്ള ടൂൾ കിറ്റ് ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു ബോക്സ് കാറിന്റെ പിൻ സീറ്റിലിരിക്കുന്നു. അതേപോലെ നേരെ പുറകിലേക്ക് വന്നിട്ട് കാറിന്റെ ഡിക്കി തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് എന്തോ ഒരു കാര്യം കണ്ട് ലേഡി പോലീസ് നമ്മുടെ കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ഈ ഒരു കാറിന്റെ നമ്പർ വെച്ച് ഇത് ആരുടെ കാറാണെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അത് വേറെ ആരുടെയും കാറല്ല, ഹീറോയിൻ അവളുടെ ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരുത്തന്റെ പേര് പറഞ്ഞിരുന്നല്ലോ, അവന്റെ പേരിലാണ് ഈ കാർ ഉള്ളത്. ഓക്കെ അവന്റെ പേരിൽ വേറെ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമ്മുടെ ലേഡി പോലീസ് അന്വേഷിക്കാൻ പറയും. അതുപോലെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് അവന്റെ പേരിൽ ഒരു കേസുണ്ട്. അതും സാധാരണ കേസൊന്നുമല്ല, ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസാണ്. അതും 3 വർഷങ്ങൾക്ക് മുന്നേ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് 2 ദിവസം അവളെ പൂട്ടിയിട്ട് അവളെ ഉപദ്രവിച്ചു. അങ്ങനെ അവസാനം പോലീസ് വന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് രക്ഷപ്പെടുത്തി. ഈ കേസിലെ ആ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് 3 വർഷം അവനെ ജയിലിൽ അടക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസമാണ് അവർ റിലീസായിട്ട് പുറത്തു വന്നത്. അപ്പൊ അന്ന് തട്ടിക്കൊണ്ടുപോയിട്ടുള്ള അതേ പെൺകുട്ടിയാണോ വീണ്ടും അവൻ തട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത് എന്നുള്ളൊരു സംശയത്തില് നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാറയെ പറ്റി അന്വേഷിക്കുമ്പോൾ അല്ല, അന്ന് തട്ടിക്കൊണ്ടുപോയ പെണ്ണ് വേറെ, ഇത് വേറെ. ഇപ്പൊ സാറേനെ തട്ടിക്കൊണ്ടുവന്നാണെന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ആ ഒരു കാറിന്റെ പിറകിലെ നമ്മുടെ ലേഡി പോലീസ് എന്താണ് കണ്ടതെന്നറിയോ?
സാധാരണ ഈ ഒരു ടൂൾ കിറ്റ് വെക്കേണ്ടത് എവിടെയാണ്? കാറിന്റെ പിറകില്, ആ ഒരു ഡിക്കിയുടെ സൈഡിൽ. പക്ഷെ ഇപ്പോൾ ഡിക്കിയിൽ കിടക്കുന്നത് ഒരാളെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും കയ്യിൽ ചുറ്റാനുള്ള ടേപ്പ്, വായിലൊട്ടിക്കാനുള്ള കാര്യം, അതേപോലെ തന്നെ അവർക്ക് ഷോ കൊടുക്കാനുള്ള ഒരു ചെറിയ ഡിവൈസും. ഇതുകൂടി കാണുമ്പോഴത്തേക്കും ലേഡി പോലീസ് ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഇതുപോലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു കേസ് ഈ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ അവനുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ സാറേയും അതേപോലെ ഈ കാറിൽ തട്ടിക്കൊണ്ടുപോകാനായിട്ട് അവൻ ശ്രമിച്ചുകൂടാ? അതറിഞ്ഞ് നമ്മുടെ ഹീറോയിൻ അവനുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അങ്ങനെയായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്ന് നമ്മുടെ ലേഡി പോലീസ് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ആ ഒരു കാറിൽ നിന്ന് കിട്ടിയ ഒരു മാപ്പ് ഉണ്ടല്ലോ, അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഹീറോയിന്റെ വീടായിരിക്കും എന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും കാറും എടുത്ത് നേരെ ഹീറോയിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇവരിപ്പോ ഒരു അനുമാനത്തിൽ എത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ജയിലിൽ നിന്ന് റിലീസായിട്ടുള്ള ബോയ് ഫ്രണ്ട് തനിയെ പോയ നമ്മുടെ സാറയെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവളെ മയക്കി കാറിന്റെ പിറകിൽ കെട്ടിയിട്ടിട്ട് ആ ബോയ് ഫ്രണ്ട് ഈ ഒരു മലയുടെ വശത്തേക്ക് വരുമ്പോഴത്തേക്കും കാർ ആക്സിഡന്റ് ആയിട്ട് ആ ഒരു മരത്തിലേക്ക് ചെന്ന് ഇടിച്ചു. അതുകൊണ്ട് ഇവന് പെട്ടെന്ന് സഹായത്തിനായിട്ട് വേറൊരാളെ വിളിക്കാനും കഴിയത്തില്ല, കാരണം കാറിൽ സാറയുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഒരു മലയുടെ താഴെയാണ് തന്റെ വീടുള്ളതെന്ന്, അതും താൻ തനിയാണ് താമസിക്കുന്നതെന്ന്. അതുകൊണ്ട് ഈ ഒരു ബോയ് ഫ്രണ്ട് ഹീറോയിനോട് പോയി സഹായം ചോദിക്കാന്ന് വെച്ചു. പക്ഷെ തനിയെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവൾക്ക് സംശയമാവും. അതുകൊണ്ട് കാറിനകത്തുള്ള നമ്മുടെ സാറയെ ഭീഷണിപ്പെടുത്തി ഒരുപക്ഷെ അവളെ കത്തി കാണിച്ച് പേടിപ്പിച്ച് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഹീറോയിന്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും സഹായം ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ വീടിനകത്തുള്ള ഹീറോയിൻ മാനസികമായിട്ടും പ്രശ്നമുള്ള കാര്യം ഇവർക്കറിയത്തില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ചെന്ന് ഡോറിൽ തട്ടുമ്പോഴത്തേക്കും ഹീറോയിൻ വന്ന് ഡോർ തുറക്കും. അതുമല്ല, സാറയെ കാണുമ്പോഴത്തേക്കും ഹീറോയിൻ വിചാരിക്കും അത് തന്റെ ചേച്ചിയാണെന്ന്. ഇതുകൂടി കേൾക്കുന്നത് ബോയ് ഫ്രണ്ടിന് അത് കുറച്ചുകൂടി എളുപ്പമായി. അതിനുശേഷമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചതെന്ന് ഇപ്പോൾ ലേഡി പോലീസും അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റബിളും ചിന്തിച്ചിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു വീടിനടുത്തേക്ക് വരും. അങ്ങനെ രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി ആ വീടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു വശത്തെ ഡോറ് അതിൻ്റെ ലോക്കും കാര്യങ്ങളെല്ലാം പൊട്ടിക്കിടപ്പുണ്ട്. ഇപ്പം അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് മനുഷ്യൻ താമസിക്കുന്ന പോലും സംശയമാണ്. അതുപോലെ സ്മെല്ലായിട്ട് കിടക്കുന്നു. അതുപോലെ നമ്മുടെ ഹീറോയിൻ ഒരു റൈറ്റർ ആണെന്നെല്ലാം പറഞ്ഞു തന്നല്ലോ, അവൾ എഴുതിയ ഒരുപാട് ബുക്കുകളും ഇതിനകത്ത് തന്നെയുണ്ട്. അങ്ങനെ ആ ഒരു ബുക്കും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇവർ ചിന്തിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വീണ്ടും ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരികയാണ്. ഇതുപോലെ തൻ്റെ സഹോദരിയാണെന്ന് വിചാരിച്ച് സാറേനെയും ആ ഒരു ബോയ് ഫ്രണ്ടിനെയും ഹീറോയിൻ വീടിനകത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞ് വെള്ളത്തിൽ സോക്സ് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവൾക്കാണെങ്കിൽ ഭ്രാന്താണല്ലോ, അതുപോലെ ആഹാരമാണെന്ന് പറഞ്ഞിട്ട് അവർക്കത് കൊടുക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും ആ ഒരു ബോയ് ഫ്രണ്ടും അതേപോലെ തന്നെ സാറയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ട് അങ്ങനെ ആ ഒരു അടിയും വഴക്കും നടന്നതിന് ശേഷമായിരിക്കും ഇതുപോലെ സാറ അവന്റെ തലയിലേക്ക് കല്ലെടുത്ത് ഇടിച്ചത്, പിന്നീടുള്ള കാര്യങ്ങൾ സംഭവിച്ചതും. ഓക്കെ, അതുപോലെയാണെങ്കിൽ ആ ഒരു ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവന്റെ ശരീരം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്ക് ഈ വീടിന് ചുറ്റും ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ആ ഒരു വീടിന്റെ ചുറ്റും അങ്ങനെ നടക്കുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ടെസ്റ്റ്. എന്താന്ന് വെച്ചാൽ ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവന്റെ ശരീരം അവിടെ മഞ്ഞിൽ മൂടിക്കിടക്കുന്നു. അങ്ങനെ ആ ബോയ് ഫ്രണ്ടിന്റെ ശരീരം നേരെ മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ ബോഡി പരിശോധിക്കുമ്പോഴത്തേക്കും അവന്റെ ശരീരത്ത് പരിക്കില്ലാത്ത ഒരു ഭാഗം പോലുമില്ല. അതുപോലെ ബാക്കി കാര്യങ്ങളെല്ലാം ഓട്ടോപ്സി പൂർത്തിയാക്കിയാൽ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നതും നമ്മുടെ ലേഡി പോലീസ് അങ്ങനെ തന്റെ കാറും എടുത്ത് നേരെ ഹീറോയിനെ ഇപ്പോൾ കൊണ്ടാക്കിയ ആ ഒരു വീടുണ്ടല്ലോ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയിനെ അവിടെ കാണാനില്ല. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ എവിടെയാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കിടക്കുന്ന സാറയുണ്ടല്ലോ അവളെ കാണാനായിട്ട് പോയേക്കാണ് ഹീറോയിൻ. അതുപോലെ ഈ ഒരു നേഴ്സുമാരൊന്നും കാണാതെ അവൾ നേരെ അകത്തേക്ക് കയറിയിട്ട് കുറച്ചു നേരം മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന നമ്മുടെ സാറയെ ഹീറോയിൻ ഇത്രയും നേരം ചേച്ചി ചേച്ചി എന്നാണല്ലോ വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവളുടെ യഥാർത്ഥ പേര് വിളിക്കുന്നു. ഇപ്പൊ ഈ മൂവിയിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള പേരുകളും കാര്യങ്ങളും പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ കിടക്കുന്നത് സാറ, പിന്നെ നമ്മുടെ ഹീറോയിൻ, ഹീറോയിന്റെ ചേച്ചി, ലേഡി പോലീസ്, പിന്നെ ആ ബോയ് ഫ്രണ്ട്. ഇതാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഇവർക്ക് നമ്മുടെ വേറെ പേരോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ കറക്റ്റ് സമയത്ത് നമ്മുടെ ലേഡി പോലീസ് അവിടേക്ക് വന്നിട്ട് ഹീറോയിനെ ആ ഒരു ഹോസ്പിറ്റലിലിട്ട് പിടിക്കുന്നു. എന്നിട്ടാണ് ഹീറോയിനോട് പറയുന്നത്, നിന്റെ ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് എന്ന് നീ ഒരുത്തനെ പറഞ്ഞല്ലോ, അവന്റെ ശരീരം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവന്റെ ശരീരം പരിശോധിച്ച് നോക്കുമ്പോൾ അവന്റെ കൈയും കാലും വായുവാരെ കെട്ടിയിട്ടതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ അവന്റെ ശരീരത്ത് പരിക്ക് പറ്റാത്ത ഒരൊറ്റ ഭാഗം പോലുമില്ല. അല്ല, നീയല്ലേ പറഞ്ഞേ ഈ കിടക്കുന്നവള് ആ ബോയ് ഫ്രണ്ടിനെ കല്ലുകൊണ്ട് തലക്കടിച്ചെന്ന്? അപ്പോഴത്തേന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കൈയൊടിഞ്ഞ് ഇവളെങ്ങനെയാണ് അത്രയും വലിയ കല്ലെടുക്കുന്നതെന്ന്. അങ്ങനെ കല്ലുകൊണ്ട് പോലും അവന്റെ തലയിൽ അടിക്കാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവന്റെ കൈയും കാലെല്ലാം ടേപ്പ് ഉപയോഗിച്ച് കെട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ സംഭവം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നത് വെറും 3 പേര്. ഒന്ന് നീ, സാറ, പിന്നെ ആ ബോയ് ഫ്രണ്ട്. സാറയെ കൊണ്ടത് ചെയ്യാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് അവനോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് വേറെ ആരുമല്ല, അത് നീയാണെന്ന് പറയുന്നതും ഹീറോയിൻ ഇപ്പോൾ ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ ലേഡി പോലീസ് പറയും,
ആ കുറ്റത്തിന് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണെന്ന് പറഞ്ഞ് ഹീറോയിനെ പിടിച്ചോണ്ട് പോകുമ്പോൾ ഇപ്പോൾ ഹീറോയിൻ വീണ്ടും നമ്മുടെ സാറ ഉണ്ടല്ലോ അവളെ ചേച്ചിന്ന് വിളിക്കുന്നു. ചേച്ചി പ്ലീസ് എന്നെ ഇവർ പിടിച്ചോണ്ട് പോകുന്നു, പെട്ടെന്ന് കണ്ണുറക്ക്. മേഡം ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എൻ്റെ ചേച്ചിക്ക് അറിയാം എല്ലാ കാര്യങ്ങളും, ചേച്ചിയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അങ്ങനെ അലറി വിളിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ ആ ഒരു വരാന്തയിലെ കമ്പിയിൽ പിടിച്ചിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോഴത്തേക്കും അകത്ത് കിടക്കുന്ന സാറയ്ക്ക് ആ ഒരു മോണിറ്ററിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കണ്ടിട്ട് നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും വന്ന് അവരെ പരിശോധിക്കുമ്പോഴത്തേക്കും എന്തോ സാറയ്ക്ക് അധികം നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പോൾ സാറ എന്തോ ഒരു സത്യം പറയുന്നുള്ളൊരു പ്രതീക്ഷ ഹീറോയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് വീണ്ടും ഒരു ഒന്നൊന്നര ടെസ്റ്റ്. മരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ സാറ ഇപ്പോൾ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. അവൾക്കിപ്പോൾ വലിയ കുഴപ്പമില്ല, ബോധം തിരിച്ചു വന്നതും അവൾ പെട്ടെന്ന് ഈ ഡോക്ടർമാരോട് പറയും എനിക്ക് പോലീസുകാരോടൊന്ന് സംസാരിക്കണമെന്ന്. പെട്ടെന്ന് പോലീസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ നമ്മുടെ ലേഡി പോലീസും കോൺസ്റ്റബിളും സാറയുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് കാര്യങ്ങൾ ചോദിക്കണം. ഓക്കെ, നിനക്ക് എന്താണ് പറയാനുള്ളത് പറയാൻ പറയുമ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടതെല്ലാം വേറെ രീതിയിൽ ഇപ്പോൾ സാറ ഇവരോടൊരു കാര്യം പറയുന്നു. അതിൽ നമ്മുടെ സാറ പറയുന്നതിൽ പകുതി കാര്യങ്ങൾ നമ്മുടെ ലേഡി പോലീസ് നേരത്തെ തന്നെ ചിന്തിച്ച കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ നമ്മുടെ സാറയെ തട്ടിക്കൊണ്ട് പോയിരുന്നു. അതുവരെയും ശരിയാണ്. അങ്ങനെ നമ്മുടെ സാറയെ ബോയ് ഫ്രണ്ട് തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് അവൾ കാറിന്റെ ഡിക്കിയിൽ വെച്ച് കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഡിക്കിക്കകത്ത് കിടക്കുന്നു. അതേപോലെ തന്നെ ഈ കാറ് പെട്ടെന്ന് എവിടെ കൊണ്ടുവന്ന ആക്സിഡന്റ് ആയിട്ട് ഇടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഇടിയിൽ വീണ്ടും സാറയുടെ ബോധം പോയി. കുറച്ച് കഴിഞ്ഞിട്ട് അവൾ കണ്ണുറക്കുമ്പോഴത്തേക്കും ഇപ്പൊ അവൾ വേറെ ഏതൊരു വീടിനകത്താണ് കണ്ണുറക്കുന്നത്. ഇപ്പൊ അവിടെ വെച്ചിട്ട് നമ്മുടെ സാറ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കും മുന്നിലൊരു ലേഡിയുണ്ട്. അത് ഹീറോയിൻ ആണെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു ടെസ്റ്റ്. അവിടെ അവൾ കാണുന്നത് വേറെ ആരുമല്ല, ഹീറോയിന്റെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ ഒരു നേഴ്സായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ അവര്. അപ്പൊ ഇത് കാണുന്ന സാറ പെട്ടെന്ന് ഓക്കെ താൻ എന്തായാലും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവരോട് കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ ചേച്ചി പറയുന്നത് ഇല്ല, കാർ ആക്സിഡന്റ് ആയിട്ട് കിടന്നു, അവിടെ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പോലീസിനെ ആംബുലൻസിനെ എല്ലാം വിളിച്ചിട്ടുണ്ട്, അവരുടനെ തന്നെ വരും, നിനക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് പറയുന്നതും ഓ അയ്യോ കുറച്ചെങ്കിലും സമാധാനമായെന്ന് സാറ വിചാരിക്കുമ്പോൾ അത് ഇത്തിരി നേരം മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു സമാധാനം. കാരണം വേറെ ഒന്നല്ല, അവളെ തട്ടിക്കൊണ്ടുവന്ന ആ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവനും അവിടേക്ക് വരുന്നു. എന്നിട്ട് ഹീറോയിന്റെ ചേച്ചിയെ വന്ന് കെട്ടിപ്പിടിച്ച് അവളോട് സംസാരിക്കുകയാണ്. ഹാടി പൊളി, എങ്ങനെയുണ്ട്? ഇവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇത് കൂടി കാണുന്ന സാറയ്ക്ക് എങ്ങനെ ഉണ്ടാവും? ഇത്രയും നേരം രക്ഷപ്പെടാന്നുള്ളൊരു മനസ്സുകൊണ്ടെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സാർ ആ ഒരു വീടിനകത്ത് തന്നെ കഴിയുമ്പോഴത്തേക്കും ഹീറോയിന്റെ ചേച്ചിയും അതേപോലെ തന്നെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ഇവർ രണ്ടുപേരും അങ്ങനെയൊക്കെ ആണെങ്കിലും ചില സമയത്ത് ഇവർ രണ്ടുപേരും നല്ല വഴക്കാണ്. വേറെ ഒന്നല്ല, ഇവർ രണ്ടുപേരും അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ തന്നെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിന്റെ ചേച്ചി അവളുടെ ബോയ് ഫ്രണ്ടിനോട് പറയും എടാ നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? വീടിനടുത്ത് ആക്സിഡന്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഓക്കെ സംഭവിച്ചതോ സംഭവിച്ചു, ആ കാർ ശരിയാക്കണമെന്നുള്ള ബോധത്തിലുണ്ടായിരുന്നു, പോയി അത് ആദ്യം ശരിയാക്കിയിട്ട് വാ, അത് കഴിഞ്ഞ് കഴിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വഴക്കിടുന്നതും ഈ ഗ്യാപ്പിൽ നമ്മുടെ സാറ അവളുടെ കയ്യിലുള്ള ആ ഒരു ടേപ്പ് പതിയെ അഴിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ ചേച്ചി അത് കാണുകയും ചെയ്യുന്നു. ഓ അപ്പോൾ നമ്മൾ രണ്ടുപേരും കൺമുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ നിനക്ക് രക്ഷപ്പെടാനായിട്ട് തോന്നുന്നുണ്ടല്ലേ? ഈ ചിന്ത ഇനി ഒരിക്കലും വന്നുകൂടാന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയെടുത്ത് അവളുടെ കൈ രണ്ടും അവിടെ വെച്ച് തന്നെ അടിച്ചങ്ങ് ഒടിക്കുന്നത് ഹീറോയിന്റെ ചേച്ചിയായിരുന്നു. അങ്ങനെയാണ് അവളുടെ കൈ ഒടിഞ്ഞത്. അപ്പൊ ഇതിനു മുന്നേ നമ്മുടെ ഹീറോയിൻ പറഞ്ഞത് എന്താണ്? ആ ബോയ് ഫ്രണ്ട് അവളുടെ കൈ ചവിട്ടി ഒടിച്ചതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോ ഹീറോയിന്റെ ചേച്ചിയാണ് അവളുടെ കൈ അടിച്ചൊടിച്ചത്. കഥയെല്ലാം ഇപ്പോൾ വേറെ രീതിയിൽ തിരിയാണേ, ശ്രദ്ധിച്ചിരുന്നോ? അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയാവുന്നതും ഹീറോയിന്റെ ചേച്ചിയും ആ ഒരു ബോയ് ഫ്രണ്ട് കിടന്ന് ഉറങ്ങാണ്. ഈ ഗ്യാപ്പിൽ നമ്മുടെ സാറ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോവാന്ന് വിചാരിച്ചിട്ട് തന്റെ കയ്യിലെ ആ ഒരു ടേപ്പെല്ലാം അഴിക്കാൻ ശ്രമിച്ചിട്ട് പതി എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പുറത്തു പോകാന്ന് വിചാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബാത്റൂമിന്റെ ഡോറും തുറന്ന് ഹീറോയും വെളിയിലേക്ക് വന്ന് വീഴുന്നു. ഇപ്പൊ ഇത് പ്രസന്റിൽ കേൾക്കുന്ന ലേഡി പോലീസ് സാറയോട് ചോദിക്കും എന്ത് അവൾ അവിടെ ഉണ്ടായിരുന്നു? നീ ആ ഒരു ദിവസം രാവിലെ തന്നെ വീട്ടിൽ വന്ന് ഒരു രാത്രി മുഴുവൻ ആ വീട്ടിലുണ്ടായിട്ടും അവൾ അത്രയും നേരം ആ ഒരു ബാത്റൂമിനകത്തായിരുന്നു എന്ന് ലേഡി പോലീസ് ചോദിക്കുമ്പോൾ സാറ് പറയും അതെ, പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ ഞാനും പേടിച്ചുപോയി. അങ്ങനെ ഈ ശബ്ദം കേട്ട് ബാക്കി രണ്ടുപേരും കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ തന്നെ ഒളിച്ചിരുന്നു. അപ്പോഴാണ് ആ ഒരു ബോയ് ഫ്രണ്ട് വെളിയിലേക്ക് വന്നത്. അതുപോലെ ബോയ് ഫ്രണ്ട് വന്ന് കണ്ടതോ നമ്മുടെ ഹീറോയിനെ. അതേസമയം തന്നെ ഹീറോയിന്റെ ചേച്ചിയും വെളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ബോയ് ഫ്രണ്ട് ഹീറോയിനെ കണ്ടിട്ട് ഓ അപ്പോൾ നീയാണല്ലേ അവളെ രക്ഷപ്പെടാൻ സഹായിച്ചത്, നിന്നെ കണ്ടപ്പോൾ മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ ആ ബോയ് ഫ്രണ്ട് അടിക്കുന്നതും പെട്ടെന്ന് ഹീറോയിന്റെ ചേച്ചി ഇടയിലേക്ക് കയറിയിട്ട് അല്ല നീ എന്തു വന്നാലും എന്തിനാ എന്റെ സഹോദരി അടിക്കുന്നത്? എപ്പോഴും നോക്കിയാലും നീ അവളെയാണ് ഉപദ്രവിക്കുന്നത്. ഇന്ന് നിന്നെ ഞാൻ എന്തായാലും വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. ഇവര് രണ്ടുപേരും നേരത്തെ തന്നെ നല്ല വഴക്കാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോ ഹീറോയിൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോയ് ഫ്രണ്ടിന്റെ തലയിലേക്ക് കല്ലെടുത്ത് അടിക്കുന്നതേ ഹീറോയിന്റെ ചേച്ചിയാണ്. ഇപ്പൊ അടി കൊണ്ട് താഴെ വീണ ബോയ് ഫ്രണ്ടിനോട് ഹീറോയിന്റെ ചേച്ചി പറയുന്നുണ്ട് എനിക്ക് കുറെ നാളുകൊണ്ടേ അറിയാമായിരുന്നു
ഒന്നുകിൽ എൻ്റെ കൈ കൊണ്ട് നീ മരിക്കും, നിന്റെ കൈ കൊണ്ട് ഞാൻ മരിക്കും. ഇപ്പൊ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുന്ന ഹീറോയിനെ നോക്കിയിട്ടാണ് പറയുന്നത്, എന്തേ ചേച്ചി ഒരു കൊല ചെയ്തു എന്ന് പറഞ്ഞ് പേടിക്കുവാണോ? വേറെ വഴിയില്ല, ഇത് ചെയ്തേ പറ്റൂ. ഞാൻ അവനെ കൊന്നില്ലായിരുന്നെങ്കിലേ അവൻ നിന്നെ കൊന്നേനെ. ഇപ്പൊ മനസ്സിലായല്ലോ, ചേച്ചിയുടെ മേളിൽ ഒരു തെറ്റുമില്ല. മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അതെ ചേച്ചിയുടെ മേളിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുന്നതും ഓക്കെ. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ ഒരു പെണ്ണ് എവിടെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നീ അകത്തിരിക്കും, ഞാൻ പോയി കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിനെ അകത്തേക്ക് പറഞ്ഞു വിട്ട് ഹീറോയിന്റെ ചേച്ചി കാർ എടുത്തിട്ട് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ ഇവിടെ ഈ ഒരു ഫൈറ്റ് നടക്കുന്നതെല്ലാം നമ്മുടെ സാറ ഒരിടത്തിരുന്ന് ഒളിച്ച് കാണുന്നുണ്ടായിരുന്നു. അതുമല്ല ആ ബോയ് ഫ്രണ്ടിന്റെ ഇടുപ്പില് അവ കൊണ്ടുവന്ന ആ ഒരു കാറിന്റെ കീ കിടക്കുന്നത് കാണുന്നതും ബോയ് ഫ്രണ്ട് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് സാറ പതിയെ അവന്റെ ഇടുപ്പിൽ കിടക്കുന്ന ആ ഒരു കീ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആ മരമണ്ടം മരിച്ചിട്ടില്ലായിരുന്നു. അവനിപ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് നമ്മുടെ സാറയുടെ വയറിലേക്ക് കത്തിക്കൊണ്ടൊരു ഒറ്റ കുത്ത്. ഈ സമയം വീടിന് വെളിയിലേക്ക് വന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ സാറയെ കണ്ടിട്ട് അവളുടെ ചേച്ചിയാണെന്ന് വിചാരിച്ച്, ചേച്ചി നിങ്ങളെ കുത്തിയോ എന്നും പറഞ്ഞ് സാറയെ പെട്ടെന്ന് കാറിലേക്ക് കയറ്റി. ആ ബോയ് ഫ്രണ്ട് ഇവരെ രണ്ടുപേരെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ ഒരു വിധത്തില് തന്റെ ചേച്ചിയാണെന്ന് വിചാരിച്ച് സാറയെ കാറിലേക്ക് കയറ്റിയിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് സാറ ഇപ്പോൾ പറയുമ്പോഴത്തേക്കും സാറ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ബോയ് ഫ്രണ്ടിന്റെ തലയിൽ കല്ല് വെച്ച് അടിച്ച് അവനെ കൊന്നത് ഹീറോയിന്റെ ചേച്ചിയാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോഴും നമ്മുടെ ലേഡി പോലീസിന് ഇപ്പോഴും ഒരു സംശയം. എന്താന്ന് വെച്ചാൽ ഇവർ ആ ഒരു ബോഡി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ആ ബോയ് ഫ്രണ്ടിന്റെ കയ്യിലും കാലിലും എല്ലാം ടേപ്പ് വെച്ച് ചുറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ സാറ നീ കാണുമ്പോൾ ഹീറോയിന്റെ ചേച്ചി അവന്റെ തലയിൽ കല്ലുകൊണ്ട് അടിച്ചിട്ട് അവിടെ നിന്ന് കാർ എടുത്ത് പോയെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വന്നിട്ട് അവന്റെ കയ്യിലും കാലിലും ടേപ്പ് വെച്ച് കെട്ടുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ കണ്ടിട്ടുമില്ല. അങ്ങനെയാണെങ്കിലേ ഹീറോയിന്റെ ചേച്ചി തന്നെയാണ് ഈ ഒരു കൊല ചെയ്തതെന്ന് നിനക്ക് എങ്ങനെ കൺഫേം ആയിട്ട് പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ സാറയ്ക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് മറുപടി പറയാനായിട്ട് കഴിയുന്നില്ല. ഇതിലെ നമ്മുടെ പോലീസുകാരിക്കും അതേപോലെ തന്നെ കാണുന്ന നമുക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സാറ് പറയുന്നതാണോ സത്യം അതോ ഹീറോയിൻ പറഞ്ഞതാണോ സത്യമെന്ന് ഇപ്പോഴും അറിയത്തില്ല. എന്തായാലും രണ്ടിലും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ ലേഡി പോലീസ് നേരെ താൻ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് അവിടെയുള്ള ബാത്ത് ടബിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് തലയിങ്ങനെ മുക്കുന്നതും ഇപ്പോൾ നമ്മുടെ ലേഡി പോലീസിനെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ലേഡി പോലീസ് ഒരു വയസ്സായിട്ടുള്ള ഒരാളെ കണ്ട് നല്ല ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോയിരുന്നല്ലോ. അത് വേറെ ആരുമല്ല, ലേഡി പോലീസിന്റെ അച്ഛനാണ്. ലേഡി പോലീസിന്റെ കുട്ടിക്കാലം മുതൽ തന്നെ അവരുടെ അച്ഛൻ അവളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. എന്നാന്ന് വെച്ചാൽ സ്വന്തം മകളാണെങ്കിലും അയാൾക്ക് മകളോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ലേഡി പോലീസ് തല മുക്കി വെക്കുന്നത് പോലെ കുട്ടിക്കാലത്ത് അവളുടെ അച്ഛൻ അവളുടെ തല വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ട് നിന്നെ കൊണ്ടൊന്നും ഒരു ഉപയോഗവും ഇല്ല എന്ന് പറഞ്ഞ് അവളെ എപ്പോഴും ഉപദ്രവിക്കും. ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്കിലെ നമ്മുടെ ലേഡി പോലീസ് ആലോചിച്ച് നോക്കിയിട്ട് അതേസമയം ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ മുന്നിലെ ആ കോൺസ്റ്റബിൾ ഉണ്ടല്ലോ അവരിരുന്നിട്ട് ഹീറോയിന് ആഹാരം എല്ലാം കൊടുക്കുകയാണ്. അപ്പോഴാണ് ലേഡി പോലീസ് കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നത്, എടാ നീ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, സ്റ്റാർട്ടിങ് മുതലേ ഹീറോയിന് മാനസികമായിട്ടൊരു പ്രശ്നമുണ്ട്, അവളൊരു ഭ്രാന്തിയാണെന്നാണ് നമ്മൾ രണ്ടുപേരും വിചാരിക്കുന്നത്, ശരിയല്ലേ? പക്ഷെ മറ്റൊരു കാര്യം ആലോചിച്ച് നോക്ക്, സ്വന്തം ചേച്ചിയാണെന്ന് വിചാരിച്ച് വേറൊരു പെണ്ണിനെ ചേച്ചിയാണെന്ന് വിളിക്കുന്ന അവസ്ഥയിലുള്ള ഹീറോയിൻ. പക്ഷേ ആ ഒരു അപകടം വീടിനടുത്ത് വെച്ച് സംഭവിച്ചിട്ട് അത്രയും ദൂരം ആ പെണ്ണിനെയും കൊണ്ട് കറക്റ്റായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ഭ്രാന്തുള്ള ഒരാള് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം മാത്രം എങ്ങനെ ചെയ്യുന്നത്? ഒരുപക്ഷെ ഹീറോയിൻ നമ്മുടെ രണ്ടുപേരുടെ മുന്നിൽ ഭ്രാന്തിയെ പോലെ അഭിനയിക്കുകയാണെങ്കിലോ? അവൾക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം, നല്ല തെളിവോടെയാണ് അവൾ ഇരിക്കുന്നത്, അവൾക്കൊരു കുഴപ്പവും ഇല്ലാന്നുണ്ടെങ്കിലോ? അതുകൊണ്ട് ഇപ്പോൾ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അവളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ നോക്ക്. ഞാൻ ആ ഒരു സംഭവം നടന്ന വീട്ടിൽ ഒന്നുകൂടി ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ലേഡി പോലീസ് നേരെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ നമ്മുടെ കോൺസ്റ്റബിൾ ഹീറോയിനോട് സംസാരിക്കുമ്പോൾ, ഓക്കെ നിങ്ങളൊരു എഴുത്തുകാരിയാണെന്നല്ലേ പറഞ്ഞേ, നിങ്ങളുടെ എഴുത്തിന് എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുന്നത്? അല്ല നിങ്ങളുടെ എഴുത്തിന് ആരെങ്കിലും നിങ്ങളെ സഹായിക്കോ അതോ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഹെൽപ്പോ? ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചേച്ചിയാണോ വന്ന് എന്നെ സഹായിക്കുന്നത്, എനിക്ക് ആഹാരം വാങ്ങിത്തരും, ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ കാണും, അതേപോലെ എന്നെ റൂമിലടച്ചിട്ട് കഥ എഴുതാൻ വേണ്ടി എന്നെ സഹായിക്കും. പക്ഷേ ആ ഒരു റൂമിലടച്ചിട്ട് എന്നെ എപ്പോഴെങ്കിലാണ് പുറത്തിറക്കുന്നത് എന്ന് പറയുമ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കും, എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം? ചിലപ്പോൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 4-5 മണിക്കൂർ വരെ മുറിക്കകത്ത് പൂട്ടിയിട്ടേക്കും. ഇതേ സമയം നമ്മുടെ ലേഡി പോലീസ് ആ വീടിന് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഫ്രണ്ട് ഡോറിന്റെ ഈ ലോക്കും കാര്യങ്ങളെല്ലാം ഉടഞ്ഞ് താഴെ വീണിട്ടുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചിട്ട് നേരെ അകത്തേക്ക് അവിടെ എന്തോ കുറച്ച് കാര്യങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു സീക്രട്ട് ആയിട്ടുള്ള മുറി ഉള്ളതുപോലെ. ഇപ്പൊ ആ ഒരു മുറി തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നമ്മുടെ ഹീറോയിനെ 1-2 ദിവസമൊന്നുമല്ല ആഴ്ചകളോളം അടച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ഹീറോയിൻ അതിനകത്ത് കിടന്ന ആ ഒരു റൂമിൽ നടന്ന് പുറത്തിറങ്ങാൻ വേണ്ടി തന്റെ ചേച്ചിയോട് കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ 1-2 പോകാനൊന്നും കഴിയത്തില്ലല്ലോ വെളിയിലേ, അതുകൊണ്ട് അതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്മെല്ലും ഹീറോയിൻ കിടന്ന ആ ഒരു അവസ്ഥയും ഇതെല്ലാം നമ്മുടെ ലേഡി പോലീസ് കണ്ടിട്ട് മനസ്സിലാക്കും.
ഇപ്പൊ ഇതുപോലൊരു മാനസികാവസ്ഥയിൽ നമ്മുടെ ലേഡി പോലീസും തന്റെ കുട്ടിക്കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ അച്ഛനും അതുപോലെ ഉപദ്രവിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹീറോയിന്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ലേഡി പോലീസിന് നല്ലതുപോലെ അറിയാൻ കഴിയും. ഇപ്പൊ ഇതേ കഥയാണ് നമ്മുടെ ഹീറോയിൻ ആ ഒരു കോൺസ്റ്റബിളിനോടും ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് പറയുന്നത്. ഇതേ സമയം ഹീറോയിന്റെ ചേച്ചി ഉണ്ടല്ലോ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഹീറോയിന്റെ അക്കൗണ്ടിൽ നിന്നും അവളുടെ ചേച്ചി ഒരുപാട് പണം എടുത്തതായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ പോലീസുകാർ കണ്ടുപിടിക്കും. അതും കുറച്ചൊന്നുമല്ല, ഒരുപാട് പണം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ച നമ്മുടെ ഹീറോയിൻ എന്തുകൊണ്ട് കള്ളം പറയണം? അതുകൊണ്ട് എന്തായാലും നമ്മുടെ സാറ് പറഞ്ഞ കാര്യങ്ങളായിരിക്കും സത്യം എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ എന്തായാലും പാവമാണെന്ന് വിചാരിച്ച് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഹീറോയിൻ പറയും, ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ലേഡി പോലീസ് ചോദിക്കും, അല്ല വീട്ടിൽ വേറെ ആരുമില്ലല്ലോ, ഇനി എന്തിനാ ഒറ്റയ്ക്ക് അവിടെ പോകുന്നേ, നീ ഇവിടെ തന്നെ നിൽക്കാൻ പറയുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല എൻ്റെ ചേച്ചി എന്തായാലും അവിടേക്ക് തിരിച്ചു വരും, എനിക്കതുകൊണ്ട് ചേച്ചിയെ അവസാനമായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു കോൺസ്റ്റബിള്, ഓക്കെ എന്തായാലും നിങ്ങൾ പോയല്ലേ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അതുമല്ല ഞാൻ ഇതുവരെയും ഒരു സെലിബ്രിറ്റിയുടെ കയ്യിൽ നിന്നും ഓട്ടോഗ്രാഫ് ഒന്നും വാങ്ങിയിട്ടില്ല, നിങ്ങൾ ഇതിലൊന്ന് ഓട്ടോഗ്രാഫ് ചെയ്തു തരാൻ പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നിങ്ങൾക്ക് വായിച്ചതിൽ നല്ല ബുക്ക് ഏതാ? അപ്പോൾ കോൺസ്റ്റബിൾ പറയും, അങ്ങനെയൊന്നുമില്ലാതെ ഈ ഒരു ബുക്ക് ഞാൻ ഫുൾ വായിച്ചിട്ടുണ്ട്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇതിൽ ഒപ്പിട്ട് തരാൻ പറയുമ്പോൾ ഹീറോയിൻ അതുപോലെ അതിൻ്റെ പുറകെ സൈഡിലെ അവളുടെ സൈൻ ഇട്ട് കൊടുത്തിട്ട് ഹീറോയിൻ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ലേഡി പോലീസ്, എന്താ മോനെ ഈ ബുക്ക് മുഴുവനായിട്ട് വായിച്ച് തീർന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ബുക്ക് മുഴുവനൊന്നും വായിച്ചു തീർന്നില്ല, ഇതിൻ്റെ 1 ലൈൻ സ്റ്റോറി മാത്രം ഞാൻ വായിച്ചിട്ടുണ്ട്, അത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഇതിൻ്റെ ക്ലൈമാക്സ് അറിയോ എന്താന്ന്? ഈ ബുക്കിലെ കഥയിൽ ആരാണോ ഹീറോ, ആ ഹീറോ കഥയിൽ അവസാനം സൂയിസൈഡ് ചെയ്യുന്നതായിട്ടാണ് കഥയിലുള്ളത്, അതും അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥ, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ലേഡി പോലീസ് പറയും, ശരി നീ നിന്റെ കഥ വായിച്ചു, ഞാൻ എന്തായാലും പോവാണ്. കീ എടുക്കാൻ പറയുമ്പോഴത്തേക്കും, മാഡം കീ ദേ മുന്നിൽ വെച്ചിട്ടുണ്ട്, അവിടെ തൂക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, എവിടെ ഇവിടെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റബിൾ വന്നിട്ട് ആ ഒരു കീ നോക്കുമ്പോഴത്തേക്കും കീ അവിടെ കാണാനില്ല. അപ്പം ഇത്രയും നേരം മുന്നിൽ നിന്ന് ആരാണ്? നമ്മുടെ ഹീറോയിൻ തന്നെ പോലീസ് വണ്ടിയും ഇവിടെ നിന്ന് മോഷ്ടിച്ചാണ് അവൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അപ്പോഴാണ് നമ്മുടെ ലേഡി പോലീസ് ചോദിക്കുന്നത്, ഓക്കെ നീ വായിച്ച ആ ഒരു ബുക്കിൽ ആ കഥാപാത്രം അവസാനം മരിക്കുമെന്നല്ലേ പറഞ്ഞേ, അതെങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണ് ആ ഒരു ബുക്കിലൊരു ഫോട്ടോ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വലിയൊരു മഞ്ഞുമലയും അതിന് മുകളിലേക്ക് ഈ ഒരു കാർ ഓടിച്ചുകൊണ്ട് വന്ന് കാറ് കുഴിയിലേക്ക് മറിച്ചാണ് ആ കഥാപാത്രത്തിൽ മരിക്കുന്നതായിട്ട് കഥയിലുള്ളത്. അപ്പം അതുപോലെ തന്നെ ഹീറോയിൻ ചെയ്യാനായിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നതെന്നും പറഞ്ഞ് നമ്മുടെ ലേഡി പോലീസും പെട്ടെന്ന് തൻ്റെ കാറും എടുത്ത് ഹീറോയിൻ്റെ പിറകെ തന്നെ പോവാണ്. അങ്ങനെ കുറേ ദൂരം പോയിട്ട് അവസാനം ഹീറോയിനെ കണ്ടുപിടിക്കും. ഒരു മലയുടെ മുകളിൽ അവിടെ നിന്ന് താഴേക്ക് ചാടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതും ഇപ്പോൾ ലേഡി പോലീസ് വെളിയിലേക്ക് വന്നിട്ട്, മോളെ നീ ഇത് ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല, എല്ലാത്തിനും ഇതല്ല അവസാനം, എൻ്റെ അവസ്ഥ തന്നെ നോക്ക്, ഞാൻ നിന്നെ പോലെ കുട്ടിക്കാലത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിലേ ഇപ്പോൾ ഇതുപോലൊരു പോലീസുകാരിയായിട്ട് മാറാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ലായിരുന്നു, എൻ്റെ ജീവിതം തന്നെ മാറി, അതുകൊണ്ട് നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഹീറോയിനെ സംസാരിച്ച് അവളുടെ മനസ്സ് മാറ്റിയിട്ട് ഇപ്പോൾ ഹീറോയിനെ നേരെ അവരുടെ കാറിലേക്ക് കൊണ്ടിരുത്തി ആ മലയുടെ താഴേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ വേറൊരു ട്വിസ്റ്റ്. എന്താന്നല്ലേ, ഹീറോയിൻ എവിടേക്കാണോ നോക്കിക്കൊണ്ട് നിന്നത്, ആ മലയുടെ താഴേക്ക് നോക്കുമ്പോൾ ഹീറോയിൻ്റെ സഹോദരി ഉണ്ടല്ലോ, അവർ അന്ന് രാത്രി കാർ എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ അവരുടെ ശരീരവും ആ ഒരു കാറും ഈ കുഴിയിൽ കിടക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ്റെ ചേച്ചി ആ കാർ ഓടിച്ചുകൊണ്ട് പോയിട്ട് നിയന്ത്രണം വിട്ടി ഒരു മലയിലേക്ക് വീണ് മരിച്ചതായിരിക്കാം. അങ്ങനെ പോലീസുകാർ വന്നിട്ട് അവിടെ പരിശോധന നടത്തുമ്പോഴത്തേക്കും അവിടെ നിന്നും ഒരു ഡയറി പോലീസുകാർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡയറി എടുത്ത് വായിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഡയറിയിൽ ഒരു സ്ഥലം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ ഒരു സ്ഥലത്തേക്ക് പോലീസുകാർ ചെന്ന് നോക്കുമ്പോഴാണ് ഇതിന് മുന്നേ ആ ഒരു ബോയ് ഫ്രണ്ടിനെ പറ്റി ഒരു കാര്യം പറഞ്ഞതല്ലോ, 3 വർഷങ്ങൾക്ക് മുന്നേ അവൻ ഏതോ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അവളെ ഒരു 2 ദിവസം വെച്ച് അവളെ റേപ്പ് ചെയ്ത് അവസാനം പോലീസ് അവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് 3 വർഷം അവന് ജയിൽ ശിക്ഷയും കൊടുത്തു. അങ്ങനെ ആ ഒരു ബോയ് ഫ്രണ്ട് ജയിലിൽ നിന്ന് റിലീസായിട്ട് അവൻ ഇതിനു മുന്നേ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ അന്ന് പോലീസുകാരെ രക്ഷപ്പെടുത്തി. പക്ഷെ അവൻ ഇപ്പോൾ റിലീസായിട്ട് നേരെ ആ ഒരു പെണ്ണിനെ വീണ്ടും തട്ടിക്കൊണ്ടുപോയി അവളെ കൊന്ന് ഒരിടത്ത് കുഴിച്ചു മൂടിയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ ലൊക്കേഷനാണ് ആ ഡയറിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ പെണ്ണിനെ കൊന്നതിന് ശേഷമാണ് പിന്നീട് സാറ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ ഈ ബോയ് ഫ്രണ്ട് തട്ടിക്കൊണ്ട് പോയത്. സത്യത്തിലേ സാറ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണും അതിനു മുന്നേ ആ ബോയ് ഫ്രണ്ട് കൊന്ന ആ ഒരു പെണ്ണും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോൾ ബോയ് ഫ്രണ്ട് ആ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നതിന് ശേഷം തൻ്റെ സുഹൃത്തിന് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാറ ഈ ബോയ് ഫ്രണ്ടിന്റെ പിറകെ വന്നത്. അപ്പോൾ അതറിഞ്ഞ ബോയ് ഫ്രണ്ട് എന്താണ്, സാറയ്ക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായതുകൊണ്ട് സാറ ഇനി പോലീസിലെ ഈ കാര്യം ചെന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് സാറയെ ആ ബോയ് ഫ്രണ്ട് തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ ഈ കാര്യം നമ്മുടെ ലേഡി പോലീസ് മനസ്സിലാക്കിയിട്ട് നേരെ സാറയെ കാണാനായിട്ട് ചെല്ലും. അപ്പോൾ സാറ എന്താണ് വിചാരിച്ചത്, തൻ്റെ സുഹൃത്തിനെ എന്തായാലും തിരിച്ച് കിട്ടുമെന്നാണ്. പക്ഷേ തൻ്റെ സുഹൃത്ത് മരിച്ചെന്നുള്ള ഒരു കാര്യം സാറയോട് പറയുന്നതും സാറയ്ക്ക് നല്ല വിഷമമായി. എന്നിട്ട് സാറയും അവളുടെ സുഹൃത്തും കുട്ടിക്കാലം മുതൽ തന്നെ എത്രത്തോളം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു,
എന്നുള്ള കാര്യങ്ങളെല്ലാം ലേഡി പോലീസിനോട് പറയുമ്പോൾ ലേഡി പോലീസ് പറയും അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ എന്തായാലും പുതിയൊരു ജീവിതം നിനക്ക് മുന്നിലുണ്ട്, പഴയ കാര്യങ്ങളൊക്കെ വിട്ട് നല്ലൊരു ജീവിതം ജീവിക്കാൻ നോക്ക്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോലീസുകാരിയും ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇത്രയും കാലം തൻ്റെ അച്ഛൻ കുട്ടിക്കാലം മുതൽ തന്നെ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ അച്ഛനെ വിട്ട് പോകരുതെന്നുള്ളൊരു കാര്യം ലേഡി പോലീസ് എപ്പോഴും ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ആ ഒരു കാര്യം മാറ്റാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ മറ്റൊരു പൊസിഷൻ കിട്ടി, ഒരു സ്ഥാനക്കയറ്റം. നേരെ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇനി മുതലെങ്കിലും ഒറ്റയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്, ഇനി നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ലേഡി പോലീസ് അവളുടെ അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇവിടെ നമ്മുടെ ചേച്ചി മരിച്ചുപോയ ഹീറോയിൻ ആണെങ്കിലോ അവരുടെ ആ ഒരു ഫ്യൂണറലിൽ അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു ബന്ധവുമില്ലാതെ സാറ അവിടേക്ക് വരുന്നു. എന്നിട്ട് ഹീറോയിനോട് പറയും, ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്, പിന്നെ നീ എനിക്ക് ചെയ്തു തന്ന ഒരു സത്യം മാത്രം ഇതുവരെയും നിറവേറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതുവരെയും ടെസ്റ്റ് തീർന്നില്ലേ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ദേ ഇതുകൂടി കണ്ടോ, ഇതാണ് ഒടുക്കത്തെ ഒരു ടെസ്റ്റ്. ഇത്രയും നേരം ഇവരെ രണ്ടുപേരും മാറി മാറി കഥ പറഞ്ഞതിൽ ആ ബോയ് ഫ്രണ്ടാണ് നമ്മുടെ സാറയെ തട്ടിക്കൊണ്ട് വന്നത് എന്നാണല്ലോ രണ്ടുപേരും പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ ചെറിയൊരു മാറ്റമുണ്ട്. വേറൊന്നല്ല, സാറേനെ ബോയ് ഫ്രണ്ട് അല്ല തട്ടിക്കൊണ്ടുവന്നത്, മറിച്ച് സാറയാണ് ബോയ് ഫ്രണ്ടിന്റെ കൈയും കാലും കെട്ടിയിട്ട് അവനെ തട്ടിക്കൊണ്ടുവന്നത്. ഇപ്പൊ കാണിക്കുമ്പോൾ സാറ അവന്റെ കൈയും കാലെല്ലാം കെട്ടിയിട്ട് ഒരിടത്തേക്ക് കൊണ്ടുവന്ന് അവന്റെ ബോധം തെളിയുന്നതും അവനെ ബാറ്റ് കൊണ്ട് അടിച്ചിട്ട്, കഴിഞ്ഞ മാസമാണ് ജയിലിൽ നിന്ന് നീ റിലീസായത്, അത് കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിനെ കാണാനില്ല, മര്യാദയ്ക്ക് പറഞ്ഞു അവളെ എവിടെയാ നീ കൊണ്ടുപോയിട്ടുള്ളത്, അവളെ എനിക്ക് ജീവനോടെ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് അവനോട് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയത്തില്ല. അങ്ങനെ പറയാതിരിക്കുമ്പോഴത്തേക്കാണ് അവനെ ആ ഒരു ബാറ്റ് കൊണ്ട് സാറ അങ്ങനെ അടിക്കുന്നത്. ഒരുപക്ഷെ അവളെ കൊന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ശരീരമെങ്കിലും എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവസാനം അവൻ ഈ വേദന സഹിക്കാൻ കഴിയാതെ ഓക്കെ ഞാൻ കാണിച്ചിരാന്നും പറഞ്ഞ് അവൻ പറയുന്ന ലൊക്കേഷനിലേക്ക് നമ്മുടെ സാറ അവനെ കാർ ഡിക്കിയിലാക്കിയിട്ട് കൊണ്ടുവരും. അങ്ങനെ ഈ ഒരു മലയുടെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് സാറയ്ക്ക് കാർ നേരെ ചൊവ്വേ ഓടിക്കാൻ കഴിയാതെ ആ ഒരു മരത്തിലേക്ക് കൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ കാർ ആക്സിഡന്റ് ആയിട്ട് സഹായത്തിനായിട്ട് ആര് വിളിക്കുന്നത് നോക്കുമ്പോഴത്തേക്കാണ് താഴെ ഹീറോയിന്റെ വീടുള്ളത്. അങ്ങനെ ഹീറോയിനെ സഹായത്തിനായിട്ട് വിളിക്കാമെന്നും പറഞ്ഞ് സാറ ആ ഒരു വീടിനടുത്തേക്ക് വരുന്നു. അങ്ങനെ വീടിന് വെളിയിൽ വരുമ്പോൾ ഉള്ളിൽ നിന്നും മാത്രമല്ല വെളിയിൽ കുറ്റിയിട്ടിട്ടുണ്ട്. അങ്ങനെ സാറ ആ ഒരു കുറ്റി തുറന്ന് വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും ആ ഒരു മരത്തിൽ കൊണ്ടിടിച്ച ഇടിയില് സാറയ്ക്കും തല കറങ്ങിയിട്ട് അവൾ അകത്തേക്ക് പോകുമ്പോൾ തന്നെ അവളുടെ ബോധം പോയി മയങ്ങി താഴെ വീഴും. കുറച്ച് കഴിഞ്ഞിട്ട് സാറ കണ്ണുറക്കുമ്പോഴത്തേക്കും മുന്നിൽ ഹീറോയിൻ ഉണ്ട്. അപ്പോൾ സാറ എഴുന്നേറ്റ് ഹീറോയിനെ കാണുമ്പോൾ ഇതുപോലെ വരുന്ന വഴിയിൽ എൻ്റെ കാർ ആക്സിഡന്റ് ആയി, അതുമല്ല കാറിന്റെ ടയറും പഞ്ചറായിട്ടുണ്ട്, അങ്ങനെയാണ് കാറിന്റെ നിയന്ത്രണം വിട്ട് മരത്തിലേക്ക് ചെന്ന് ഇടിച്ചത്, ആ പഞ്ചർ മാറ്റാനുള്ള എന്തെങ്കിലും കിറ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുമ്പോൾ അതേ കിറ്റ് ഉണ്ട്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ ആ ഒരു കാറിന്റെ ടയർ ശരിയാക്കി ഇവിടെ നിന്ന് പോകുമ്പോൾ എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ സാറ് പറയും അതല്ല, എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ടെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും എന്ത്, ആ ഒരു ഡിക്കിയിലിരിക്കുന്നവനെ എന്തെങ്കിലും ചെയ്യാനാണോ, എല്ലാ കാര്യവും എനിക്കറിയാം, നീ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മാത്രം മതി എന്ന് പറയുന്നതും ഇപ്പോൾ നമ്മുടെ സാറയ്ക്ക് വേറെ വഴിയില്ലാതെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഹീറോയിനാണ് വന്ന ആ ഒരു കാറിന്റെ ടയറിൽ കയറിയിരിക്കുന്ന വലിയൊരു ആണിയാണ്, അത് കാരണമാണ് പഞ്ചറായത്. അത്രയും വലിയൊരു ആണി വലിച്ചൂരിയിട്ട് ആ ടയറിന്റെ പഞ്ചർ പൊട്ടിച്ച് ആ ഒരു ആണി എടുത്ത് പോക്കറ്റിൽ വെക്കും. അതുപോലെ കാറിന്റെ ഡിക്കിയിൽ ഈ പഞ്ചർ കിറ്റ് വെക്കാൻ പറ്റത്തില്ലല്ലോ, അതിലല്ലേ ആ ഒരു ബോയ് ഫ്രണ്ട് കിടക്കുന്നത്, അതുകൊണ്ടാണ് ആ കിറ്റ് പുറകിലത്തെ സീറ്റിൽ ഹീറോയിൻ വെക്കുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും ആഹാരം കഴിക്കുകയാണ്. അങ്ങനെ ആഹാരം കഴിക്കുമ്പോഴത്തേക്കാണ് സാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇവിടെ രണ്ടുപേർക്ക് കഴിക്കാനുള്ള കാര്യങ്ങളും പാത്രങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ ഈ വീട്ടിൽ ഹീറോയിൻ മാത്രമേ ഉള്ളൂ, അതുമല്ല ഈ വീട് വിട്ട് പോകണമെന്ന് ഹീറോയിൻ വാശിയും പിടിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് സാറ് ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിനും അവളുടെ ചേച്ചിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നമുണ്ടല്ലോ അത് പറയാൻ തുടങ്ങുന്നത്. സത്യത്തിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ കാണുന്നത് പോലെ നമ്മുടെ ഹീറോയിന് ഒരിക്കലും ഭ്രാന്തോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ആരോഗ്യമുള്ള മെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹീറോയിൻ. പക്ഷെ അവളെ അതുപോലെ ആക്കി മാറ്റിയത് വേറെ ആരുമല്ല, അവളുടെ സ്വന്തം ചേച്ചി തന്നെയാണ്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഹീറോയിൻ നല്ലൊരു എഴുത്തുകാരിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ട് ഒരുപാട് പണം അവളുടെ അക്കൗണ്ടിലുണ്ട്. കൂടാതെ ഇവരുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഈ സ്വത്തും ഇവരുടെ രണ്ടുപേരുടെയും പേരിലാണ് മാറ്റി വെച്ചിട്ടുള്ളത്. പക്ഷെ ആ ഒരു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹോദരിയുടെ പണവും അതേപോലെ തന്നെ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ സ്വത്തും എല്ലാം ഒറ്റയ്ക്ക് വേണമെന്നുള്ള ഒരു ചിന്ത കാരണമാണ് ആ സഹോദരി ഒരു നേഴ്സും കൂടി ആയതുകൊണ്ട് ഹീറോയിനെ മയക്കുമരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവളെ ഒരു ഭ്രാന്തിയായിട്ട് ചിത്രീകരിക്കുന്നത്. അതേപോലെ തന്നെ ഹീറോയിൻ്റെ കയ്യിലെ സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മുറിവുകൾ ഇതെല്ലാം ഉണ്ടാക്കിയതും ആ ഒരു ചേച്ചി തന്നെയാണ്. കാരണം എന്താണ്, അങ്ങനെ ഹീറോയിൻ ഭ്രാന്തിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സ്വത്തുകളെല്ലാം ഈ ഒരു ചേച്ചിക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിലെ ഹീറോയിനെ ആ ചേച്ചി കൊണ്ടുപോകുമ്പോഴത്തേക്കും ഹീറോയിൻ എന്നെ കൊല്ലാൻ പോകുന്നു, അവൾ എന്നെ കൊല്ലുന്നു എന്നെല്ലാം പറയുമല്ലോ, അത് യഥാർത്ഥത്തിൽ പറഞ്ഞതാണ്. പക്ഷെ അവിടെയുള്ളവർ വിചാരിച്ചത് ഹീറോയിന് ഭ്രാന്തായതുകൊണ്ട് തൻ്റെ ചേച്ചിയെ നോക്കി അതുപോലെ പറയുന്നതെന്നാണ്. അത് കഴിഞ്ഞെന്താണ്,
ഹീറോയിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെയും ഒരു ഭ്രാന്തിയെ പോലെ തന്നെ അടച്ചു പൂട്ടിയിട്ട് അവളെ ഇട്ട് ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഹീറോയിൻ പറഞ്ഞു തീരുന്നതും ഇപ്പോൾ വെളിയിൽ മറ്റൊരു കാർ വരുന്നൊരു ശബ്ദം. അങ്ങനെ നമ്മുടെ സാറ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഹീറോയിന്റെ ചേച്ചിയാണ്. ഇപ്പൊ ചേച്ചി വന്ന് സാറയോട് കാര്യം ചോദിക്കുമ്പോഴാണ് സാറ പറയുന്നത്, ഇതുപോലെ എൻ്റെ കാറ് ആക്സിഡന്റ് ആയിപ്പോയി, അതുകൊണ്ട് സഹായം ചോദിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇന്നൊരു ദിവസം മാത്രം ഞാൻ ഇവിടെ നിന്ന് താമസിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിന്റെ ചേച്ചി അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി വീട്ടിൽ കിടക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ കാറിൽ ആ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവനിപ്പോ കാറിന്റെ ഡിക്കിയിലിട്ട് ചവിട്ടുന്നു. കാരണം അവന് ബോധം വന്നു. ഇത് കാരണം സാറയും അതേപോലെ തന്നെ ഹീറോയിനും രണ്ടുപേരും ഹീറോയിന്റെ ചേച്ചിക്ക് ശബ്ദം കേൾക്കാതെ പതിയെ ഡോർ തുറന്ന് വെളിയിലേക്ക് വരുമ്പോൾ ഡോർ അടയ്ക്കുന്ന സമയത്ത് ആ ഡോർ ഒന്ന് ഇടിച്ചിട്ട് നല്ല ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ട ആ ഒരു ചേച്ചി വെളിയിലേക്ക് വന്നിട്ട് ആ ഡോറ് പിടിച്ച് വലിച്ചടയ്ക്കുമ്പോഴത്തേക്കാണ് അതിന്റെ ലോക്കും കാര്യങ്ങളെല്ലാം പൊട്ടി താഴേക്ക് വീണത്. എന്നിട്ട് പറയും, ഓ അപ്പോൾ ഞാൻ അറിയാതെ എന്റെ സഹോദരിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുകയാണെന്നും പറഞ്ഞ് ഹീറോയിന്റെ ചേച്ചി സാറയായിട്ട് ഫൈറ്റ് ചെയ്യും. ഇതേ സമയം കുറെ നേരം ആ ഒരു ഡിക്കിയിലിട്ട് ചവിട്ടി അവസാനം ആ ഒരു ഡിക്കി തുറന്ന് ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇത്രയും നേരം ഇരുട്ടിലിരുന്നിട്ട് വെളിയിലേക്ക് നോക്കുമ്പോൾ അവന് വ്യക്തമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സാറയെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഹീറോയിന്റെ ചേച്ചി ഉണ്ടല്ലോ, അവരെ കണ്ടിട്ട് അവരാണ് തന്നെ തട്ടിക്കൊണ്ടുവന്നതെന്ന് വിചാരിച്ച് ഓടി വന്ന് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ സാറ ഹീറോയിനെ വിളിച്ചിട്ട്, ഓക്കെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തോളൂ, നമുക്ക് പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിലേക്ക് കയറി പോകാനായിട്ട് നിൽക്കുമ്പോൾ സാറ ഇപ്പോൾ ആ ഒരു കണ്ണാടി വഴി പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ ചേച്ചി ഒരു കല്ലെടുത്ത് ആ ബോയ് ഫ്രണ്ടിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അതുപോലെ നമ്മുടെ സാറയ്ക്കും ഇപ്പോൾ ബോയ് ഫ്രണ്ടിനെ വിട്ടു പോകാനായിട്ട് മനസ്സില്ല. കാരണം എന്താണ്, തൻ്റെ സുഹൃത്തിനെ എവിടെയാണ് കുഴിച്ചിട്ടേക്കുന്നത്, അവളുടെ ശരീരം എവിടെയാണെന്നുള്ള കാര്യം ബോയ് ഫ്രണ്ട് മാത്രമല്ല അറിയത്തുള്ളൂ. അതുകൊണ്ട് ഹീറോയിൻ പറയുന്നത് കേൾക്കാതെ പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ ബോയ് ഫ്രണ്ടിനെ പിടിച്ചിട്ട് എവിടെയാണ് അവളുടെ ശരീരം കുഴിച്ചിട്ടേക്കുന്നതെല്ലാം ഒരുപാട് തവണ ചോദിക്കുമ്പോഴത്തേക്കും അവൻ അവിടെ വെച്ച് മരിച്ചു പോവും. അങ്ങനെ അവൻ മരിച്ചത് നേരെ ഹീറോയിന്റെ ചേച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട്, അവൻ മരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു എന്നെല്ലാം ഒരുപാട് തവണ ഹീറോയിന്റെ ചേച്ചിയോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ചേച്ചിയുടെ കയ്യിലിരുന്ന ഒരു കത്തി വെച്ചിട്ട് അവര് സാറയുടെ വയറിലേക്ക് കുത്തുന്നത്. അതുമല്ല അവര് രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റില് ഹീറോയിന്റെ ചേച്ചിയും അവിടെ വെച്ച് തന്നെ മരിച്ചിരുന്നു. അപ്പോൾ ഹീറോയിൻ വെളിയിലേക്ക് വന്നിട്ട്, എനിക്കറിയാമായിരുന്നു ഒന്നുകിൽ ഞാൻ കാരണം നീ മരിക്കും, നിന്റെ കൈകൊണ്ട് ഞാൻ മരിക്കും, ഇപ്പൊ അതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചല്ലോ. എന്നിട്ട് ഹീറോയിൻ വന്നിട്ട് സാറയെ വിളിച്ചിട്ട്, ഓക്കെ ബാ എല്ലാം കഴിഞ്ഞല്ലോ നമുക്ക് പോവാന്ന് പറയുമ്പോൾ സാറ പറയും, ഇല്ല എന്റെ കൂട്ടുകാരിയുടെ ശരീരം അതെവിടെയാണെന്ന് എനിക്കറിയണം, അതല്ലാതെ ഞാൻ ഇവിടെ നിന്ന് വരത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഓക്കെ നിനക്കത് അറിയണമല്ലേ, ഞാൻ പറഞ്ഞുതരാം, പക്ഷെ അതിനു മുന്നേ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അതുപോലെ നീ കഥയായിട്ട് മറ്റുള്ളവരോട് പറയണം, എന്നാലേ നിന്റെ കൂട്ടുകാരിയുടെ ശരീരം എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നെനിക്ക് കാണിച്ചു തരാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ പറഞ്ഞതുപോലെയാണ് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഓരോ കഥകൾ മാറി മാറി നമ്മുടെ ലേഡി പോലീസിനോട് പറയുന്നത്. അത് കഴിഞ്ഞെന്താണ്, ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ ശരീരം അവിടെ അടുത്തായിട്ട് തന്നെ മഞ്ഞുകൊണ്ടെല്ലാം മൂടി വെച്ച് അത് കഴിഞ്ഞ് തൻ്റെ ചേച്ചിയുടെ ശരീരം നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന ആ ഒരു കാർ ഉൾപ്പെടെ താഴേക്ക് തള്ളിയിടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ സാറയും ഹീറോയിനും മാറി മാറി പറഞ്ഞ ആ ഒരു കഥകളുണ്ടല്ലോ, അതുവരെ നമ്മുടെ ഹീറോയിൻ്റെ ഐഡിയ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ പ്രസന്റിൽ കാണിക്കുമ്പോൾ സാറ ചോദിക്കും, അല്ല എൻ്റെ കൂട്ടുകാരിയുടെ ശരീരം അവിടെയാണ് കുഴിച്ചിട്ടതെന്ന് നിനക്കെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് ഹീറോയിന് മനസ്സിലായെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഹീറോയിനെ ഈ ഒരു വീടിനകത്ത് പൂട്ടിയിടുമ്പോഴത്തേക്കും വെളിയിലൂടെ ഒരു കാർ വന്നിരുന്നു. ഇപ്പോൾ ഇവരുടെ ഈ ഒരു വീട് നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അധികം അങ്ങനെ വെളിയിൽ നിന്ന് കാറുകളോ മറ്റും വരത്തില്ല, ആകെ വരുന്നത് ഹീറോയിന്റെ ചേച്ചി മാത്രം. ഇപ്പം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒരു കാർ വരണമെന്നുണ്ടെങ്കിൽ, അതുമല്ല കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഹീറോയിനും ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് പോകാനും കഴിയത്തുള്ളൂ. അങ്ങനെ ഹീറോയിൻ അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അത് ആ ഒരു ബോയ് ഫ്രണ്ട് ആയിരുന്നു. അവനാണ് സാറയുടെ കൂട്ടുകാരുടെ ശരീരം ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടിയത്. അതുമല്ല അവനാണെന്ന് ഇങ്ങനെ കൺഫേം ആയിട്ട് പറയാന്നല്ലേ, അന്ന് രാത്രി ഹീറോയിൻ അവന്റെ കഴുത്തിലെ ഒരു ടാറ്റു കണ്ടിരുന്നു. അതുമല്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിലൊരു ഫൈറ്റ് നടക്കുമ്പോഴത്തേക്കും ഈ ബോയ് ഫ്രണ്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി തന്റെ ചേച്ചിയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴും അവന്റെ കഴുത്തിൽ അതേ ടാറ്റു തന്നെ കണ്ടിരുന്നു. അതിലൂടെയാണ് ഹീറോയിന് മനസ്സിലായത് ഇത് രണ്ടും ചെയ്തത് ബോയ് ഫ്രണ്ട് ആണെന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ഹീറോയിൻ പറയും, എന്തായാലും നീ ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞതും എന്റെ ജീവിതം ഇതുപോലെ മാറിയതെന്ന് പറയുമ്പോഴത്തേക്കും സാറ് പറയും, ഹേയ് ഞാൻ കാരണമൊന്നുമല്ല, ആ ഒരു വലിയ കമ്പിയില്ലേ അത് ടയറിൽ കയറിയത് കൊണ്ടാണ് എനിക്കിവിടെ വണ്ടി നിർത്താൻ കഴിഞ്ഞതും എൻ്റെ കൂട്ടുകാരിയുടെ ശരീരം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയതും, അതുകൊണ്ട് ഞാൻ നിങ്ങളോടാണ് താങ്ക്സ് പറയേണ്ടതെന്ന് പറയുമ്പോൾ അതേസമയം നമ്മുടെ ലേഡി പോലീസിനെ കാണിക്കുമ്പോഴത്തേക്കും അവരിപ്പോൾ ഈ ഒരു നാട് വിട്ട് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോകാനായിട്ട്. അങ്ങനെ ഹീറോയിൻ എഴുതിയ ആ ഒരു ബുക്കാണ്, അതും ആ ഒരു കോൺസ്റ്റബിൾ കൊടുത്ത ബുക്ക്, അതാണ് ലേഡി പോലീസ് വായിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ബുക്ക് പെട്ടെന്ന് താഴേക്ക് വീഴും. അതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ പിറകിൽ ആ ഒരു ബുക്കിലെ ഫോട്ടോ ഉണ്ട്. ഒരു കാറിന് മുകളിലായിട്ട് മഞ്ഞ് വന്ന് വീണ് കിടക്കുന്നത് പോലെ. ആ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ലേഡി പോലീസ് മറ്റൊരു ടെസ്റ്റ് കണ്ടുപിടിക്കുന്നു. എന്താണെന്ന് വെച്ചാല് ഹീറോയിന്റെ ചേച്ചി മരിച്ചു കിടക്കുന്നിടത്തൊരു കാർ ഉണ്ടായിരുന്നല്ലോ, ആ കാറിന് മുകളിലും ഇതുപോലെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതേ ക്രൈം സീനിൽ വെച്ചിട്ടാണ് ഒരു ഡയറി കിട്ടുന്നതും ആ ഒരു ഡയറിയിൽ ആ ബോയ് ഫ്രണ്ട് സാറയുടെ കൂട്ടുകാരിയെ കൊന്നിട്ട് കുഴിച്ചുമൂടി ആ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചാണ് ആ ഒരു കൂട്ടുകാരിയുടെ ശരീരവും ഇവർ കണ്ടുപിടിച്ചത്. സത്യത്തിൽ ആ ഒരു ഡയറി കുറേ നാളായിട്ട് അവിടെ കിടന്നതുപോലെയൊന്നുമല്ല, ഫ്രഷ് ആയിട്ട് അവിടെ ഇട്ടതുപോലെയാണ് അന്ന് അവർക്ക് കിട്ടിയിരുന്നത്. അന്ന് ഹീറോയിൻ സ്റ്റേഷനിൽ നിന്നും പോയിട്ട് മരിക്കാനായിട്ട് ഒരു മലയുടെ മുകളിൽ പോയി നിന്നിരുന്നല്ലോ. അപ്പോൾ ലേഡി പോലീസും അവിടേക്ക് വന്നു. എന്നിട്ട് ഹീറോയിനെ അവിടെ നിന്ന് മനസ്സ് മാറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ആ സമയത്താണ് ഹീറോയിൻ ഈ ഒരു ഡയറി അവിടേക്ക് എറിഞ്ഞത്. അതിലൂടെ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ സാറയും കൂടി പ്ലാൻ ചെയ്തിട്ട് ഇവരെല്ലാവരെയും പറ്റിക്കുവരുന്നത് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് രണ്ടുപേരെയും പിടിക്കണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് കാറിനകത്തേക്ക് കയറി ഹീറോയിനെ പിടിക്കാനായിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ലേഡി പോലീസ് മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്. എന്തായാലും നമ്മുടെ ഹീറോയിൻ ഇത്രയും കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവളുടെ ജീവിതത്തിൽ. അതുപോലെ അവൾ ചെയ്തത് എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഒരു വിധത്തിൽ അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും. ഇപ്പൊ നമ്മുടെ ലേഡി പോലീസും അതുപോലെ ഒരു കാര്യം അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഹീറോയിന്റെ കഥയെല്ലാം കേട്ടതുകൊണ്ട് ലേഡി പോലീസ് വിചാരിക്കും ഇനി എന്തായാലും അവർ വലിയ പ്രശ്നക്കാരൊന്നുമല്ല, അവരെ തന്നെ സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതുകൊണ്ട് ഹീറോയിന്റെ പിറകെ ഇനി എന്തായാലും പോണ്ട, അവളെ വെറുതെ വിടാന്ന് നമ്മുടെ ലേഡി പോലീസുകാരും തീരുമാനിക്കും. ഇപ്പൊ അതേ സമയം വീണ്ടും നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവസാനമായിട്ട് ഒരു ഒന്നൊന്നര ടെസ്റ്റ് കൂടി. വേറൊന്നുമല്ല, നമ്മുടെ സാറ അവൾ ഈ ഒരു മലയുടെ മുകളിലൂടെ കാർ ഓടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അവളുടെ കാറിൽ അത്രയും വലിയൊരു ആണി കയറിയിട്ടാണല്ലോ അവൾ വണ്ടി നിർത്തി നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാൻ കഴിഞ്ഞതും അവളുടെ സുഹൃത്തിന്റെ ബോഡി കണ്ടുപിടിക്കാൻ കഴിഞ്ഞതല്ല. അപ്പൊ അങ്ങനെ ഒരു കമ്പി അവിടെ സാധാരണ രീതിയിൽ എത്തിയതൊന്നുമല്ല, അത് വെച്ചതേ നമ്മുടെ ഹീറോയിനാണ്. എന്താന്ന് വെച്ചാലേ ആ ഒരു ബോയ് ഫ്രണ്ട് സാറയുടെ സുഹൃത്തിന്റെ ശരീരം അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതിന് ശേഷം അവൻ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഹീറോയിൻ പ്ലാൻ ചെയ്തിരുന്നു, ഓക്കെ എന്തായാലും ഇതൊരു കാർ വന്നു, അവൻ ഇനിയും തിരിച്ചിവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹീറോയിൻ ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് പോകാൻ ഒരു കാർ വേണമല്ലോ, അതുകൊണ്ട് ഇനി വരുന്ന കാറെങ്കിലും ഇവിടെ നിർത്തണം. അങ്ങനെ നിർത്തിയാലേ ഹീറോയിൻ ഏതെങ്കിലും രീതിയിൽ സഹായം ചോദിച്ചിട്ട് ഇവിടെ നിന്ന് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഹീറോയിനായിട്ടാണ് അത്രയും വലിയൊരു കമ്പി ആ റോഡിൽ കൊണ്ടുവച്ചത്. അങ്ങനെ കൊണ്ടുവച്ചതുകൊണ്ട് എന്താ സംഭവിച്ചത്, നമ്മുടെ സാറ കറക്റ്റ് സമയത്ത് അവിടേക്ക് കൊണ്ടുവന്ന ആ ഒരു കാറിൽ ആക്സിഡന്റ് സംഭവിച്ച അവസാനം നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്, അവസാന നിമിഷം വരെയും ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഈ മൂവിയെ പറ്റി അത്ര വലിയ രീതിയിൽ പറഞ്ഞത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എല്ലാവർക്കും കഥ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്നും കൂടി കമന്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.